ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അങ്ങനെ വിശ്വാസം അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇതെനിക്ക് സാറിന് പള്ളിയിലച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ സത്യം പറയും ഭയങ്കര എന്തോ നമ്മളെക്കാളും വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടാൻ പറ്റത്തില്ല എന്നുള്ള ഒരിതായിരുന്നു. പക്ഷേ അച്ഛൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. അതുപോലെ അങ്ങനെ പറ്റത്തുള്ളൂ മോനെ. എന്നാന്ന് പറയല്ലോ, അച്ഛന്മാരാരും ദൈവമല്ല, പച്ച മനുഷ്യൻ. കുറുന്തോട്ടിക്കും വാദം വരുമെന്നല്ലോ ഈ അച്ഛന് രോഗം വരായിരിക്കും. മനുഷ്യൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച എല്ലാ മനുഷ്യനും രോഗം ഉണ്ടാകും, വേദന ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് മാതാവ് പറഞ്ഞൊരു സംഗതിയാണ്, കൃപ ലഭിച്ചോളെ നിനക്ക് വന്ദനം എന്ന് മാതാവിനോട് പറഞ്ഞു. അതെന്താണെന്ന് തിരിച്ചറിയുക. മാതാവിൻ്റെ ശക്തി, പവർ. ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനില്ല, ജനിക്കാനുള്ള സ്ഥലമില്ല. കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ ചെന്നപ്പോൾ എന്നാ പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകും. അങ്ങനെ നിരവധി കാരണങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ മാതാവിക്ക് എന്താ കൃപ ലഭിച്ചത്? ഒരു കൃപ ലഭിച്ചില്ലെന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. എന്നാൽ അതിൻ്റെ അകത്തൊരു കൃപ ലഭിച്ചു, ക്ഷമിക്കാനും സഹിക്കാനും. ഒരു സ്ത്രീ എത്രമാത്രം ക്ഷമിക്കുന്നോ അത്രമാത്രം അനുഗ്രഹം ആ ലോകത്തിനുണ്ടാകുന്നതാണ്. അതുകൊണ്ടല്ല പ്രസവം എന്നൊക്കെ പറയുന്നത് ഭയങ്കര, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ലിത്, നമ്മൾ പറയുന്ന പ്രസംഗിക്കുന്ന വിഷയങ്ങളൊന്നും അല്ലിത്. ഈ ഭൂമി മാതാവ് ഇതിനൊക്കെ ഭയങ്കര അർത്ഥങ്ങളാണ്. നമുക്കിപ്പോൾ എനിക്കിതൊന്നും വിവരിച്ചു തരാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ പരിധിയിൽ നിന്ന്, എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്ന്, അല്ലെങ്കിൽ വായനയുടെ പരിധിയിൽ നിന്ന് പറയാനേ പറ്റത്തുള്ളൂ. നമ്മളപ്പോൾ ഒരു അച്ഛൻ എന്ന് പറഞ്ഞത് ഇർഗാത്ത സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഗ്നിമീളെ പുരോഹിതം. അതിൻ്റെ അർത്ഥം തന്നെ പുരത്തിന് ഹിതം ചെയ്യുന്നവനാരോ പുരോഹിതൻ. പുരോഹിതം എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, ആത്മാവ്, പട്ടണം, ഇവയ്ക്കെല്ലാം ഹിതം ചെയ്യുന്നവനാണ് പുരോഹിതൻ. നല്ല കാര്യം. സ്വന്തം ശരീരത്തിന് ഹിതം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എടാ ഞാൻ നല്ലൊരു പൂ കണ്ടാൽ നോക്കാതിരിക്കുമോ? അത് ഞാൻ സന്യാസിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആര് നല്ലതിനെ കണ്ടത് നോക്കത്തില്ലേ? അതാ ഇതിൻ്റെ അകത്തെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പരിശുദ്ധനാണ്, ഞങ്ങൾ പരിശുദ്ധരാണ് ഒന്നുമില്ല. പരിശുദ്ധന്മാരായിട്ട് ആരും ഈ ഭൂമി ജനിക്കുന്നില്ല, മനുഷ്യൻ പരിശുദ്ധന്മാരാക്കുന്ന. പിന്നെ ദൈവം ഓരോരുത്തരെയും ജനിക്കുന്നതിന് മുമ്പേ ഒരു വിളിച്ചിട്ടുണ്ട്. ആ വിളിയിലൂടെ അല്ലാതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഡോക്ടർമാർക്കറിയാം, നമ്മൾ മരിക്കുന്നതിന് മുമ്പേ ആർക്കറിയാം? ആർക്കും അറിയത്തില്ല. അത് നമ്മളുണ്ടാക്കുന്ന ക്ലോക്ക്, അതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുമല്ലോ, 6 മാസം. നമുക്ക് എന്നാ ഗ്യാരണ്ടി? മനുഷ്യനൊരു ഗ്യാരണ്ടി ഇല്ല. മരിക്കുന്ന സമയം അറിയത്തില്ല, ജനിക്കുന്ന സമയം ഒരു കണക്ക് കൂട്ടിക്കണ്ടേ, ഇന്ന മാസം നോക്കി പറയും മരിക്കുന്ന കാര്യം. പക്ഷേ അത്ര ഉള്ള ഇപ്പം ഞാനൊക്കെ നോക്കുവാണെങ്കിൽ എനിക്കിങ്ങനെ സത്യം പറഞ്ഞ അച്ഛൻ സന്യാസിയാണല്ലോ എന്നൊക്കെയാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ സമയം അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാ അതെന്നാന്നറിയാം മോനെ, ദൈവം ഓരോരുത്തരും ഓരോ വിധി വെച്ചു. ഇപ്പം നമ്മുടെ കാക്കനാട്ട് കുടുംബത്തിലെ അല്ല നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അവിടെ ഒരു സന്യാസിയുണ്ട്, PDL അപ്പച്ചൻ എന്ന് പറയും. അദ്ദേഹം അവിവാഹിതനായിട്ട് ഉള്ളായ യാക്കോപ്പള്ളിയിലെ കപ്പിയാരായിട്ടാണ്, ശുശ്രൂഷകനായിട്ടാണ് മരിച്ചത്. അവിടെ താഴത്തെ മോൻചിച്ചാൻ്റെയൊക്കെ മാതാവ് ആണ് ഈ അപ്പച്ചനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പാരമ്പര്യം അവിടെ കിടപ്പുണ്ട്. ഈ പാരമ്പര്യം നഷ്ടപ്പെടത്തില്ല. ആ പാരമ്പര്യം നമ്മളെങ്ങനെ പിന്തുടരുന്നു? അങ്ങനെ എനിക്കും തോന്നുന്നു, എന്നെ പിടിച്ചെന്ന് തോന്നുന്നു. അല്ല, ഞാനിങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒറ്റൊരു കാര്യം ചിന്തിച്ചുള്ളൂ, സമാധാനത്തിൽ ജീവിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സന്യാസമാണ് നല്ലത്, ആരോടും വഴക്കും പിടിക്കണ്ട എന്ന് ചിന്തിച്ചാൽ ഞാൻ ഇറങ്ങി തിരിച്ചത്. മനുഷ്യനെ നോക്കി, മനുഷ്യൻ്റെ രൂപം എന്നതാ, നമ്മുടെ ഈ ഒരു കുരിശിൻ്റെ രൂപം. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നോക്കിയേ നിങ്ങൾ, നമ്മൾ കുരിശിൻ്റെ രൂപമാണ്. മനസ്സിലായില്ലേ? നമ്മളിതുണ്ട്, ഈ കൈ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മുടെ കാല് കണ്ടോ മേളോട്ട്. മനുഷ്യനെ കുരിശായിട്ട്, അത് മനുഷ്യൻ്റെ രൂപം കുരിശാ, വേറെ ഒന്നുമില്ല മനുഷ്യന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ വായിച്ചു വരുന്നതിൽ നിന്ന് കിട്ടുന്ന. അപ്പോൾ ശരിയാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്. ഇപ്പോൾ എൻ്റെ ചിന്തയിൽ അത് ശരിയാണ്, നാളെ മോൻ്റെ ചിന്തയിൽ അങ്ങനെ ശരിയാകണമെന്നില്ല. അത് മനസ്സിലായില്ലേ? അല്ല, എത്രാമത്തെ വയസ്സിലാണ് സാറിന് ഇങ്ങനെ ആരെയും ദ്രോഹിക്കേണ്ട ഇത് പോകാൻ? മോനെ, ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ 7 മക്കളല്ലായിരുന്നു. 7 മക്കളിൽ ഒരു കുഞ്ഞ് അനിയൻ്റെ കൂടെ നിന്ന് മരിച്ചുപോയി, കുഞ്ഞു വച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ 5 ആണും 1 പെണ്ണും. അപ്പം 5 ആണിൽ ഒരാൾ 25-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട്. ഈ ജിജി എന്നവൻ്റെ പേര്, ജിച്ചാനെ ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ അമ്മ സ്വപ്നം കണ്ടു, രണ്ടാമതായിട്ട് കറുത്ത ഒരു കുഞ്ഞിനെ കിട്ടും. അതുപോലെ തന്നെ കിട്ടി. അമ്മയ്ക്ക് വലിയ അതിശയം. അമ്മ മാരാമണി കൊണ്ട്
നേർന്നു. പുള്ളി തന്നെ അവിടെ നല്ലപോലെ പ്രസംഗിക്കുകയും ചെയ്യും. എനിക്കൊന്ന് അപ്പൻ്റെ പാരമ്പര്യം വലി തുടങ്ങി 8ാം ക്ലാസ് തൊട്ട് കുടിയും തുടങ്ങി. പുള്ളി പാരമ്പര്യം നിലനിർത്തി. അപ്പം പുള്ളി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പറയടാ, നിൻ്റെ ഈ തുണിയൊക്കെ അലക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, നീ ഇപ്പോൾ പെണ്ണ് കെട്ടിക്കൊണ്ടു. അപ്പം പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പെണ്ണ് കെട്ടാനല്ലേ, ഞാൻ പെണ്ണ് കെട്ടത്തില്ല, ഞാനിപ്പം ഇവിടെ ഒരു വീട് വെച്ചാൽ എൻ്റെ പെട്ടിയായിരിക്കും ആദ്യം വെക്കുന്നത്. അത് പറഞ്ഞാ അതുപോലെ തന്നെ വീട് വെച്ചുകൊണ്ട് പുള്ളിയാണ് 25,000 രൂപ ലോണ് പുള്ളിയുടെ പേരിൽ 1 ഏക്കർ സ്ഥലം എഴുതി മേടിച്ചു അപ്പനെ കൊണ്ട്. അപ്പം മൂത്ത ചേട്ടനാണ് ഇതെല്ലാം എഴുതി എല്ലാ കാര്യത്തിനും പോകുന്നത്. 25,000 രൂപ 2 പ്രാവശ്യമായിട്ട് കിട്ടി. വീട് പണി തകർത്ത പണി ചെയ്യുക. ആ പുള്ളി തന്നെ പാറ പൊട്ടിക്കും, കട്ട പിടിക്കും, എല്ലാ പണി. അപ്പം മുട്ടയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പുള്ളി എടുത്ത് തിന്നും. പുള്ളി എന്നാൽ വിളിച്ച് പാർട്ടീസ് അടിക്കുകയും ചെയ്യും. നമുക്കറിയത്തില്ല പുള്ളിയുടെ കരൾ തീരുന്നുണ്ട്. പുള്ളി പറഞ്ഞാൽ 25ാമത്തെ വയസ്സിൽ മരിക്കും. കൃത്യം 25ാമത്തെ വയസ്സ്. എൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. പേരപ്പൻ, അപ്പൻ്റെ ചേട്ടൻ, കുട്ടപ്പായി എന്ന് വിളിക്കുക, എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ, എടാ നിങ്ങൾ രണ്ടിനും കല്യാണം നടത്താം. ഞാൻ പറഞ്ഞു എന്നാണെന്നറിയോ, കല്യാണമല്ല, പന്തൽ ഇവിടെ ഇടും, വീട് പണി തീരുന്നതിന് മുമ്പേ ഇവിടെ ഒരു പന്തലിടും, എൻ്റെ പെട്ടിയായിരിക്കും വെക്കും. ചേട്ടൻ പറഞ്ഞ കൃത്യം അതുപോലെ 7 ആശുപത്രിയുണ്ട്. അത് കുടിച്ച ആളിൽ നിന്ന്, പിണക്കമുള്ള ആളിൽ നിന്ന് കള്ള് മേടിച്ച് കുടിച്ചേച്ച് പറഞ്ഞ് ഞാനിന്ന് തിരിച്ചു വരത്തില്ല. അങ്ങനെ 7 ആശുപത്രി കൊണ്ടാണ് ചേട്ടൻ മരിക്കുന്നത്. അപ്പം ഞാനിതിന് അത് കഴിഞ്ഞ് 2.5 വയസ്സുള്ളപ്പം പെങ്ങടെ കുഞ്ഞ്, എൻ്റെ കയ്യിലിരുന്ന കുഞ്ഞ് ഞാൻ മൂത്ത ചേട്ടൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു പോയത്. ഒരിക്കലും പുറത്തിറക്കാത്ത കുഞ്ഞ് എങ്ങനെ ഇറങ്ങിയെന്നറിയത്തില്ല. അവൻ ഇന്ന് വരെ നടക്കി താഴെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ ഈ കുഞ്ഞിൻ്റെ അമ്മയും വല്യമ്മയും കൂടെ തുണി അലക്കാൻ പോയത്. ഞാൻ കറി എടുക്കാം, പിന്നെ കൊച്ചിനെ കാണാനില്ല. നിമിഷ നേരം കൊണ്ട് എല്ലാവരും തപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ തൊട്ടി പൊങ്ങിയിരിക്കുന്നുണ്ട്. ഞാനൊരു കയറും പിടിച്ച് ഈ കിണറ്റി ചാടി ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ കയറങ്ങ് വിട്ടുപോയി. ഞാൻ വെള്ളം കുടിച്ച് മരിച്ചതാണ്. കൊച്ച് വീണപ്പോഴേ മരിച്ചു. കൊച്ച് കിണറ്റി വീണപ്പോഴേ വെള്ളം കുടിക്കാൻ മരിച്ചു. പേടിച്ചാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ എന്നപ്പം ചിന്തിക്കാൻ തുടങ്ങി, ദൈവം ഓരോരുത്തർക്കും ഓരോ ആയുസ് കൊടുത്തിട്ടുണ്ട്. ഒരു തെറ്റും വിശ്വാസം ഉണ്ടായിരുന്നു. അല്ല, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞെങ്ങനെയാണ് മരിച്ചത്? തെറ്റ് ചെയ്ത് ഞാൻ മരിച്ചില്ലല്ലോ. എനിക്ക് ഇത്രയും പ്രായം, എനിക്കൊന്നൊരു 19 വയസ്സ് കാണും. ഞാൻ മരിച്ചില്ല. ഞാൻ അന്ന് വരെ തെറ്റ് ചെയ്യുന്നവനാ, മനുഷ്യനല്ലേ, കോളേജിലും പഠിച്ച്. അപ്പം ഈ കുഞ്ഞ് തെറ്റ് ചെയ്യാത്ത കുഞ്ഞ് എങ്ങനെ മരിച്ചു? അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് നമ്മുടെ ഒരായുസിനെ കുറിച്ച് ഒന്നും പ്രവചിക്കാൻ പറയത്തില്ല. പക്ഷെ അതൊരു ചോദ്യമല്ല, ഒന്നും മരിച്ചെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകത പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ചപ്പം, അല്ലെങ്കിൽ മോശ ജനിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ പാറയടിച്ച് കൊല്ലണോ? പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ കൊന്നത്. അതിൻ്റെ കാരണം എന്നാ? അമ്മനെ അവിടെ വെച്ചേക്കുമനെ, അതറിയോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ പുറകിലൊരു വലിയൊരു പവറുണ്ട്. ആ പവറിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഞാൻ എല്ലാവരോടും ഇവിടെ വരുന്ന എല്ലാവരോടും പറയും, ദൈവത്തെ കാണാൻ പറ്റത്തില്ല. യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തിയെന്ന്, മടിയിലിരിക്കുന്ന പുത്രനെ വെളിപ്പെടുത്തിയെന്ന്. ഏകജാതനായ പുത്രൻ ദൈവത്തിൻ്റെ മടിയിൽ നിന്ന് വെളിപ്പെടുത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തെ കാണാൻ പറ്റത്തില്ല. എങ്ങനെ ദൈവത്തെ കാണുന്നത്? സൂര്യനെ സൃഷ്ടിച്ച് ദൈവത്തെ എങ്ങനെ കാണും? സൂര്യൻ്റെ പവറോ? സൂര്യനെ നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ആ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവത്തെ നമ്മളെങ്ങനെ? എൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോഴാണ് ആ മാതാവ് ദൈവത്തെ കാണും. ആ സ്ത്രീ അലറി വിളിക്കുക, മരിക്കുക. ആ സമയത്ത് മരിക്കുമ്പോൾ ഈ ചോരക്കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയ ജീവൻ വെക്കുന്നത്. ഈ പുക്കിൾക്കുടി ഇത് ഭയങ്കര ബന്ധമല്ലേ? ഈ 9ാം മാസം നമ്മൾ AC യില്ല, നമ്മളൊന്നും അറിയുന്നില്ല, കുടിക്കുന്നില്ല, വലിക്കുന്നില്ല, എന്തോ ശാന്തമായിട്ട് കിടക്കുന്നത്. അപ്പന് ഉത്തരവാദിത്തമില്ല, അപ്പന് ഇതൊന്നും അറിയുന്നില്ല, ബ്ലഡ് കൊടുക്കുന്നത് മാത്രം. ബാക്കിയെല്ലാം ഈ സ്ത്രീയാണ്. അത് ഞാൻ പലപ്പോഴും എല്ലാ പിള്ളേരുടെ മക്കളെ അമ്മയുടെ കണ്ണുനീർ വീഴ്ത്തി നിങ്ങൾ ഒരു പരിപാടിക്കും പോലെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പപ്പായോട് പറയാൻ പറ്റാതെ മമ്മിയോട് വന്ന് എല്ലാം പറഞ്ഞു. ഒരു പ്രേമമാണെങ്കിൽ പോലും പറയണമെങ്കിൽ ഇവിടെ നിന്ന് പിള്ളേരോട് എല്ലാം പറയും, മക്കളെ അമ്മയുടെയാണ് പൊക്കിൾക്കുടി ബന്ധം.
അപ്പം അമ്മയെ കരയിപ്പിച്ചേച്ച് പോകില്ല എന്തുകൊണ്ടേ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അമ്മ സമ്മതിക്കുന്നില്ല എന്നോട് വന്ന് പറയാം, ഞാനൊന്ന് ആലോചിക്കട്ടെ അതിൻ്റെ വഴി എങ്ങനെയാണ്, എന്നിട്ട് നമുക്ക് ചിന്തിക്കാമെന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല അപ്പം അങ്ങനെ ആ രീതി ഇപ്പം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛൻ ആ വിശ്വാസം വരുമായിരുന്നു. അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം നമുക്ക് വിചാരിക്കാം അങ്ങനെ സംഭവിച്ചില്ല. സംഭവിച്ചില്ലെങ്കിൽ വരുവാൻ ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. എന്നറിയോ, ശരിക്കും അത് കാരണമാണ് ഒരു പക്ഷേ അല്ല, അത് കാരണം തന്നെയല്ല. ഞാൻ അതിനു മുമ്പേ ചിന്തിച്ചു, എടാ ഇവരെല്ലാം കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ എന്നെ കുവൈറ്റിന് വിടാൻ വേണ്ടി വിജി എല്ലാം ശരിയാക്കി തന്ന ജ്യേഷ്ഠന്. ഞാൻ എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ എൻ്റെ കൂടെ പഠിച്ച പെൺകൊച്ചിൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്തു. അവർക്കൊന്നുമില്ല, കാളവണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടാണെന്നല്ല. ഞാൻ അവരെയും രക്ഷപ്പെടട്ടെ കുവൈറ്റിന് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇനി സന്യാസത്തിനെ പോകത്തുള്ളൂ. ഒരു അച്ഛനാകുമെന്നൊന്നും ചിന്തിച്ചില്ല. പണ്ട് എനിക്കൊരു സന്യാസത്തിന് പോകണം, ഇങ്ങനെ കുറച്ചൊക്കെ വായിച്ച് ആരോടും വഴക്കും വായിക്കുമായിരുന്നു. മോനെ ഞാൻ 8 വന്ന് അക്ഷരം പഠിച്ചു, 8 തോറ്റൊരു വ്യക്തിയാണ്. അതും വലിയൊരു പ്രശ്നമാണ്, വലിയൊരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വാഴൂർ സ്കൂൾ, SBRVNSS വാഴൂർ സ്കൂള്, ആ സ്കൂളിൻ്റെ ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ റെജി എന്ന ഷിയാസ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പയ്യനെ, 3 ഹിന്ദുക്കൾ, ഒരാൾ ഇവിടെ KP എന്ന്, ഒരാൾ ശ്രീകുമാർ എന്നു ഒരാളുടെ പേര് ഓർക്കുന്നില്ല. ഞങ്ങൾ 5 പേര് നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ ടീച്ചർമാർ വന്ന് കുഞ്ഞുങ്ങളെ വായിപ്പിക്കും. എന്നിപ്പം പിള്ളേർ വായിക്കും, വന്യസന്താസ്ത ലോകസ്താമ്പ് ബിന്ദുന സന്നിപം മർത്യജന്മ ക്ഷണപ്പങ്കുല. ഇവിടെ അശ്വറിയും നമ്മളെങ്ങനെ പോകാം. ലക്ഷ്മണസാന്തനം 8ാം ക്ലാസ്സിലുണ്ട്. അത് 10ൽ അത് കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ കേരള ഇതിൻ്റെ അകത്ത് അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഇതെങ്ങനെ വായിക്കും, അക്ഷരം അറിയാമല്ലോ, ഞാൻ എങ്ങനെ വായിക്കുന്നത്. ഞാൻ അന്നപ്പോഴത്തേന് പറഞ്ഞു, അപ്പോൾ നമുക്ക് ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, എന്നും രാവിലെ എഴുന്നേറ്റ് 4:30 ആകുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന കേട്ടാൽ നാട്ടുകാർ ഉണരുന്നു. ഒരു ദിവസം എഴുന്നേറ്റില്ല, ചോദിക്കും, എടീ പെണ്ണമ്മേ നീ എന്നെ എഴുന്നേക്കാൻ. അതുപോലെ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു ദിവസം ബെല്ലടിച്ചില്ലെങ്കിൽ എന്നാ അച്ഛൻ എന്നെ എഴുന്നേറ്റില്ല. അത് പാരമ്പര്യം ഇങ്ങനെ കിടക്കുന്ന അമ്മയുടെ പാരമ്പര്യം ദൈവം എനിക്കാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ എല്ലാം സംഭവിച്ചു. എല്ലാം സംഭവിച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നു, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഞാൻ എത്ര സമ്പാദിച്ചാലും എത്ര ജോലിക്കാരനായാലും കുവൈറ്റിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഞാനിങ്ങനെ ജീവിക്കുന്നു. എൻ്റെ പ്രകൃതി ഇതാ. എന്നെ ജനിപ്പിച്ച നാളിൽ, എൻ്റെ ജനിച്ച സമയത്ത് ദൈവം ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ദൈവം നിറവേറ്റാതെ ദൈവം അടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം. ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തെ കൂടുതൽ വെറുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് ബിജി ചോദിച്ചല്ലേ, ഇതുപോലെ തന്നെ ബിജി ചോദിച്ചാൽ, എടാ ഈ കൊച്ചു കിണറ്റി വേണം ദൈവത്തിന് കാക്കത്തില്ലായിരുന്നു. ഞാൻ അതാ ബിജി ചേട്ടനോടും അതാ പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതി നമുക്കതിനെക്കുറിച്ച് വിവരിക്കാൻ അറിയത്തില്ല. അല്ല അന്നപ്പോൾ ഇങ്ങനെ എന്തായാലും സാധാ മനുഷ്യനല്ല, അപ്പം നമുക്ക് എന്തായാലും ഒരു ദേഷ്യം വരും. എൻ്റെ മോനെ, ഈ കുഞ്ഞിനെ ഞാൻ വെള്ളത്തിൽ ചാടി, കുഞ്ഞിനെ കിട്ടിയില്ല, അപ്പോഴത്തേനൊരു കയറ് കിട്ടിയാണ്. ഇപ്പോൾ പേരപ്പൻ്റെ വെന്നിച്ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു സഹോദരൻ, നമുക്കറിയാം. ആ വെന്നിച്ചാനാണ് പിന്നെ ഒരു കയറ് പിടിച്ച് വെന്നിച്ച കയറാന്നും പറഞ്ഞ് ഞാൻ കയറിയത്. അപ്പോഴും ഇവരെല്ലാം ബോധം കെട്ട് വീണു അവിടെ. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നതാണ്, അയൽവക്കത്തെ ജോർജ് എന്നും പറഞ്ഞ ഒരാളാണ് ഈ കുഞ്ഞിനെ മുങ്ങി എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ സംഭവത്തിലൊക്കെ കാണുന്നത് ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു പവറുണ്ട്. എന്തെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതിന് നമ്മൾ ദൈവം എന്ന് പറയാം. അപ്പോൾ അതിന് സമയമെടുത്തോ പിന്നെ അത് ഇല്ല എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ അന്നപ്പോഴേ മനസ്സിലാക്കി ദൈവത്തെ. ഞാൻ മോനെ കാരണം ഈ ബോഡി എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ സൈച്ചാൻ അവിടെ വീണു, വിജി ഇവിടെ വീണു. ഞാൻ വീണില്ല, ഞാൻ ചെന്ന് വെച്ചാൽ ആ കാട്ടിലെ കിടന്ന് ഇങ്ങനെ മലന്ന് കിടക്കുന്നു. ഒരു റബ്ബർ കര പറ്റിയ മുണ്ടുകൂടും. ഞാൻ കറയെടുക്കാൻ പോയിച്ച് വന്നല്ലേ, ഞാനും ഇപ്പോഴേ വന്ന് കിടന്ന് നനഞ്ഞ തുണിയാണ്. അപ്പോൾ SI ചോദിച്ചു, ഇതാരാ? അവൻ്റെ അമ്മാച്ചനാ. SI ഒന്ന് നോക്കിയതേ ഉള്ളൂ, അന്നപ്പോഴേ ഇറങ്ങി. അപ്പം SIക്ക് മനസ്സിലായി കാണും ഇതെങ്ങനെയാണ് സംഭവിച്ചത് അല്ലേ. അപ്പം നമുക്കിങ്ങനെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണ് മോൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ 100% മോൻ പറഞ്ഞതിന് യോജിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു പ്രതികൂലം വരുമ്പോഴത്തേന് ദൈവം ഇത് കണ്ടില്ലേ ചോദിക്കും. അത് എല്ലാവരും ഞങ്ങളാണെന്ന് ചോദിക്കും. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ തന്നെ പ്രശ്നം വന്നു, ഞാൻ ഇത്രയും നാളും നടന്നല്ലോ. ഇപ്പം ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് അപവാദം കേൾക്കുമ്പോൾ തന്നെ ആദ്യം പ്രയാസം ഉണ്ടാകും, പിന്നെ ഞാൻ വേദോസം തുറന്ന് വായിക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ ശക്തിയാണ് കിട്ടുന്നത്.
എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ശക്തിയിൽ നിന്ന് മോനെ ഓരോരുത്തർക്കും ഓരോ മനഃശക്തി കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു പേടിച്ചൂറിയ ഒരു മനുഷ്യൻ ലോകത്ത് ജനിച്ചു കാണത്തില്ല. 100% എനിക്ക് പേടിയുണ്ട്. ഞാൻ എല്ലാത്തിനും ഫേസ് ചെയ്യും. കാരണം എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമുണ്ട്. കാരണം അതിനെ വേദസംബന്ധം നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ, ആ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇത് ഓരോ വർഷം കഴിയുമ്പോൾ വിശ്വാസം കൂടുകയാണോ? നമുക്ക് വിശ്വാസം കൂടുകയും ചെയ്യും. ഇന്ന് സമൂഹത്തിൻ്റെ പ്രവർത്തനം കണ്ടാൽ ചിലപ്പോൾ നമുക്കങ്ങ് പെട്ടെന്ന് ഡിമ്മാവും. ഇതിനു വേണ്ടി എന്തിനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഒത്തിരി പേര് അച്ഛൻ എന്തിനും ഇങ്ങനെ കിടന്ന് ജോലി ചെയ്യുന്ന അങ്ങനെ. ഞാൻ പറഞ്ഞിടാ, എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയാണ്. ഞാൻ 3 നേരം കഴിക്കും. എൻ്റെ അപ്പനുണ്ടാക്കിയതാണോ ഇത്? എന്നെ ദൈവം ഇത്രയും വീട്ടുകാർ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു. സെമിനാരി പഠിച്ചോ പോലും ഞാൻ വീട്ടിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടില്ല. മാർത്തോമാ സഭയിലെ 85 തേക്കെ കയറി ഞാൻ കമ്പ് കിട്ടി. ആരോടും പറഞ്ഞിട്ടില്ല. പകുതി കൂലി മേടിച്ച് ഞാൻ ഫീസ് അടച്ച്. ഒരു മനുഷ്യനോടും പൈസ എനിക്ക് വേണ്ട. എനിക്ക് ന്യായമായ ദൈവം തരുന്നുണ്ട്. ഞാൻ എന്ത് ചോദിച്ചാലും ദൈവം തരും. ഞാൻ അധികം ചോദിക്കത്തില്ല. ഇപ്പോൾ ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്ന് പറയും, ദൈവമേ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. ആരെങ്കിലും പ്രവർത്തിച്ചു കൊടുക്കും. അത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കരുത്. ഇതെല്ലാം പറയും അച്ഛൻ്റെ മന്ത്രം ഉണ്ടാക്കിയിട്ടായിരിക്കും, അല്ലെ തന്ത്രമാണ്. അതൊന്നുമല്ല, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഉണ്ട് മോനെ. നമ്മുടെ ഉള്ളിൻ്റെ ഒരു ദൈവം വസിക്കുന്ന ഒരു ഇടമുണ്ടല്ലോ, അതിൻ്റെ ആണെന്നുള്ള എൻ്റെ വിശ്വാസം. ഞാൻ ആരോടും വഴക്ക് കുടിക്കാനോ ഇപ്പം ഞാനും അച്ഛനും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാൻ അകത്തേക്ക് കയറും. ഞാൻ പിന്നെ മിണ്ടത്തില്ല. 2 കൈ കൊട്ടുമ്പോൾ അല്ലേ ശബ്ദം കേൾക്കുന്നത്. എൻ്റെ ഗുരു അദ്ദേഹം. ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. ഞാൻ തിരുമേനിയോടാണെങ്കിലും മറുപടി പറയും. എന്നാൽ അനാവശ്യം അല്ല കൂടുന്നു കണ്ടു കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി റൂമിൽ കയറിപ്പം കഥ അടയ്ക്കും. കാരണം അത് വേണ്ട. കാരണം എനിക്ക് പിന്നെയും ജീവിക്കണ്ടേ. എൻ്റെ സഹോദരനല്ലേ. ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം തെറ്റുപറ്റി കാണും. എൻ്റെ ഗുരുവായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിന്ന് പറ്റിയ, അല്ല എൻ്റെ വാക്കിന്ന് പറ്റിയതായിരിക്കാം. ഞങ്ങൾ പരസ്പരം ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ ക്ഷമിക്കും? ഞങ്ങൾ കുസോയ കൊടുക്കുന്നവരല്ലേ. എല്ലാ ഞായറാഴ്ചയും പാപമോചനം കൊടുക്കുന്നവരല്ലേ. അപ്പോൾ എനിക്ക് പേടിയപ്പം എൻ്റെ കൈ വിറയ്ക്കും ചില സമയത്ത്. അതിന് ഞാൻ യോഗ്യനല്ല. വലിയ പാപം എൻ്റെ മുന്നേ കിടക്കുക, എന്നീ കിടക്കുക. ഞാൻ എങ്ങനെ കൊടുക്കും? പിന്നെ അവിടെ പറയുന്നുണ്ട്, ദൈവമായ കർത്താവാണത് പാപം മോചിക്കുന്നത്. നമ്മൾ മധ്യസ്ഥനായി നിൽക്കുന്നതെന്നുള്ളൂ. ദൈവമാണ് നിൻ്റെ പാപം മോചിക്കുന്നതെന്ന് പറയും. ആ വാക്കിലാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്. നമ്മളെല്ലാം മാറ്റുന്നത്. അല്ല, ഇപ്പോൾ എന്തൊരു വേദന വന്നാൽ ഈ വിശ്വാസം ഉള്ളതുകൊണ്ട് അത് ഒരു പ്രശ്നമല്ലാതെ ഇല്ലില്ല, അതിനെ അതിജീവിക്കാൻ പറ്റും. എന്ത് വേദന വന്നാലും മോനെ നമ്മൾ ദൈവത്തോട് ആദ്യമേ ചെറിയൊരു പ്രയാസം വരും മനുഷ്യനല്ലേ. എന്നാൽ പിന്നെ നമ്മളിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും, പെട്ടെന്ന് ശാന്തമാവും. അതായത് എന്തോ ഒരു പവർ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഒരു പാട്ടുകാരനുണ്ട്, ഒരു ഇംഗ്ലീഷ് കാന്യ വെസ്റ്റ് എന്ന് പറയും. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞ ഞാൻ കേട്ട, പുള്ളിക്കാരൻ പണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് വേദനയിൽ നിന്ന് മോചിക്കണോ. അതിൻ്റെ അടുത്ത ദിവസം പുള്ളിയുടെ അമ്മ മരിച്ചുപോയി. പുള്ളി പറയുന്നത് അതിൽ കൂടുതൽ വേദന എനിക്ക് ഇനി അനുഭവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി ഞാൻ വേദനയിൽ നിന്ന് മോചിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണോ അച്ഛനും? അല്ല മോനെ, ഞാൻ പറയുന്നത് ഞാനിപ്പം വൈകിട്ട് പ്രാർത്ഥിക്കുമ്പം ഇന്ന് വേദന തന്ന ദൈവമേ നിനക്ക് നന്ദി എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് വേദന തന്ന ദൈവത്തിന് ഞാൻ നന്ദി എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞത് ഈ വേദനയുണ്ടല്ലോ പിന്നെ സന്തോഷം വരത്തുള്ളൂ. ഈ സന്തോഷം കഴിഞ്ഞ ഉടനെ വേദനയുണ്ട്. ഇന്ന് സന്തോഷിച്ചു ആനന്ദിച്ചോ, കുറച്ച് കഴിയുമ്പോൾ ദുഃഖം വരും. ഇതിങ്ങനെ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. സന്തോഷം ഉണ്ടായാലേ വേദനയുള്ളൂ. മോനെ, വേദനിക്കാത്ത ഒരുത്തന് എങ്ങനെ സന്തോഷത്തിൻ്റെ ഗുണം അറിയും? അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേദന ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം അറിയാൻ പറ്റത്തുള്ളൂ. എന്നും സന്തോഷിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം എന്താ? ഒരർത്ഥവും ഇല്ലെന്ന്. എന്നും ദുഃഖിക്കുവാന്ന് ഓർത്തോ, ജീവിതത്തിൽ എന്താ അർത്ഥം? അപ്പോൾ ദൈവം അങ്ങനെ വിടത്തില്ല. ഞാൻ ഇവിടെ വരുന്നവരോടെല്ലാം പറയുന്ന കാര്യം അതാ. നിങ്ങൾക്ക് ഇന്ന് ദുഃഖമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സമയത്തൊരു സന്തോഷം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ തലമുറയിൽ, മക്കളിലോ കൊച്ചുമക്കളിലോ എവിടെയെങ്കിലും വരും. അത് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ ഇതെങ്ങനെയാണ് അറിയുന്നത്? ഞാൻ പറഞ്ഞാൽ അറിയുന്നതൊന്നുമില്ല. നമ്മൾ ജീനിയോളജി ബൈബിള് പഠിക്കും. ആ ബൈബിളിൻ്റെ അകത്ത് ഓരോ കാര്യം പറയുമ്പോൾ തന്നെ ഒരു തലമുറയിൽ നല്ല അപ്പന്മാർ നല്ലപോലെ ജീവിച്ചു, ആ അടുത്ത തലമുറയിലെ മക്കൾ മോശമായിട്ട് ജീവിച്ചു. അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നു. ഇപ്പം ഏലിയ പുരോഹിതൻ്റെ അടുത്ത് ഹന്ന മക്കളില്ലാതെ വന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു.
ഏലിപുരോഹിതന് മനസ്സിലായില്ല. ഏലിപുരോഹിതനത് ഇവള് മദ്യം സേവിച്ചേച്ച് വന്നതാണ്. അവൻ പറഞ്ഞു അവിടെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അവളൊന്നും പറയാതെ അവിടെ നിന്ന് പോയി. പിറ്റേ വർഷം അവൾക്ക് മക്കളുണ്ടായി. ഒരു മോനുണ്ടായി, ശൗമേൽ. ആ ശൗമേലിനെ മുലകൂടി മാറിയപ്പോളെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അന്നേപ്പോൾ ഉത്തരം പറയുന്നത്, ഞാൻ മദ്യം സേവിച്ചിട്ട് വന്നതല്ല, എനിക്ക് കുഞ്ഞില്ലാത്തതിന് വേദനയിൽ വന്നതാണ്, അതിൻ്റെ ഫലമാണെന്ന് ഈ കുഞ്ഞിനെ കൊടുക്കുക. അന്ന് തൊട്ട് ശൗമേൽ ഈ ഏലിപുരോഹിതൻ്റെ കൂടെ താമസിക്കുന്നത്. എന്നാൽ ഏലിപുരോഹിതൻ്റെ 2 മക്കളുണ്ട്, ഫിനെഹാസും ഹൊഫിനെയും. ഇവർ രണ്ടുപേരും അവിടെ യാഗത്തിന് കൊണ്ടുവന്ന ഇറച്ചി മുപ്പല്ലി കുത്തി തിന്നുമായിരുന്നു. അവസാനം ചരിത്രം പറയുന്നത് തന്നെ, അവർ ഭൂമി വിഴുങ്ങി മരിച്ചു, അവർ നശിച്ചു പോയി. ഏലിപുരോഹിതൻ പടിയെ വീണ മരിക്കുന്നത്. പിന്നെ ശൗമേലോ, ആ ശൗമേൽ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് പാപം ചെയ്യാനിടയാകും, എന്നെ ഏറ്റവും കൂടുതൽ ശക്തീകരിക്കുന്നതാണ്. ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ഞാൻ വേറെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരിങ്ങനെ വരുന്നതിന് ഞാൻ ഒന്നും പറയാത്തേ, എപ്പം വന്ന് ഞാൻ ഒന്നും മിണ്ടാത്ത എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ പാപം കുറയുക. ഇല്ലേ ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വിധത്തിൽ പാവം ചെയ്യും, അല്ലെങ്കിൽ അതും ചിന്തിച്ച് അയ്യോ എനിക്ക് പൈസ ഇല്ലല്ലോ, എനിക്ക് നല്ല വസ്ത്രമില്ലല്ലോ, ഞാൻ അങ്ങനെ ചിന്തിച്ച് ഞാൻ അതിനെ ഉണ്ടാക്കാൻ വേണ്ടി പാവം ചെയ്യാൻ പോകും. ശരിയാ, ആരോ പറഞ്ഞിട്ടുണ്ട്, അലസത സാത്താൻ്റെ പണിപ്പുരയാണ്. ശരിയാ, അലസതയുള്ളവർ എന്തൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും വർക്ക് ഹോളിക്കാണെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട്. അതിപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് വേറെ പ്രായം കൂടുതലുള്ള ആൾക്കാരും വരുമായിരിക്കും, ഇപ്പോൾ പിന്നെ നല്ല വയസ്സ്. അപ്പോൾ അവരെയൊക്കെ നമ്മളെങ്ങനെ ഉപദേശിക്കും? കാരണം അവർ നമ്മളെക്കാളും പ്രായമുള്ളവരും അറിവുള്ളവരും ആയിരിക്കുമല്ലോ. എന്നാൽ ഞാൻ പലപ്പോഴും സാധാ മനുഷ്യരെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കുന്നത്. ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നൊരു അപ്പനും അമ്മയും കൂടെ എന്നും കുടുംബ പ്രശ്നമോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ ഈ അമ്മയുടെ പ്രസവ വേദന ഇതെല്ലാം പറഞ്ഞു, ഞാൻ നിങ്ങളോട് 2 പേരോടും കൈ കൂപ്പി പറയാം, നിങ്ങൾ ഇന്ന് കുടുംബജീവിതം വിവാഹം കഴിച്ച പോലെ ജീവിച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അപ്പച്ചൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു, വേദോസം പഠിപ്പിക്കുന്നത് ഉദരഫലം യഹോവ തരുന്ന ദാനമാണ്, അത് ദൈവത്തിൻ്റേതാണ്, മക്കളൊന്നും നമ്മുടെ സ്വന്തമല്ല. പിന്നെ ഏക ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധമുള്ളതാണ് ഈ ലോകത്ത്. അതൊന്നിൻ്റെ കണ്ണടയുമ്പോഴോ അതിൻ്റെ വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. മക്കളെ കെട്ടിയും വിടും. അവസാനം കിളവനും കിളവിയും ആ കസാരയിലും ഈ കസാരയിലും ഇരുന്ന് നോക്കും. അന്ന് ഈ പൊട്ടനായ അച്ഛൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അയ്യോ അപ്പച്ചൻ ഒരു 10 മിനിറ്റ് കരഞ്ഞു, അപ്പച്ചൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം അത്രയും ബന്ധമുള്ളൂ കുഞ്ഞേ. ഈ ഭാര്യ ഭർത്തൃ ബന്ധമല്ല, ഈ ലോകത്ത് വേറെ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഏതിലൊരു ബന്ധത്തെക്കുറിച്ച് എന്നോട് പറയാം. അവസാനം വരെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭർത്താവ് മേല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഭാര്യ അന്ത്യം വരെ നോക്കും. ചില പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഭാര്യ അതുപോലെ മേലാ കിടന്ന് മരുന്നും മേടിച്ചു കൊടുത്ത് തുണി അലക്കി കൊടുത്ത് ആഹാരം മേലാ കിടക്കുക. പുള്ളിക്ക് ഒരു ദുഃഖമില്ല. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വലിയ ആനന്ദമാണ് ഈ ജീവിതം കാണുമ്പോഴേ. അല്ലെങ്കിൽ നല്ലപോലെ ഒരു കുടുംബജീവിതം നമ്മൾ പറഞ്ഞു കൊടുത്തവർ ഇങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ട്. അതാ എൻ്റെ പ്രതിഫലം. ഭയങ്കര പവറാണ്. അപ്പോൾ ഈ ചില ആൾക്കാരിപ്പം വയ്യാണ്ടായ അവർ ചിലപ്പം ആത്മഹത്യയൊക്കെ ചെയ്യുന്നവർ, ബാക്കിയുള്ളവരെ സ്വയം ബുദ്ധിമുട്ടിക്കാൻ കഴിയാതെ. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതാണോ നല്ല? ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം കിടന്നു പോയപ്പോൾ എന്നെ ഒരാളെ നോക്കുവാണെങ്കിൽ ഞാൻ കാരണം ആളും ഇതിലോട്ട് ഇത് പെട്ടുപോവാന്നുള്ളൊരിതാണ്. മോനെ അതെന്നാന്ന് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഒരു മേലാത്തൊരു പെൺകുട്ടി, ഈ ഞങ്ങളുടെ മല്ലപ്പള്ളി അടുത്തുള്ള ഈ പെൺകുട്ടി, ഞാൻ നാളെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ പയ്യനോ പന്തലിനൊക്കെ പോകുന്നു. അപ്പോൾ ഈ പെൺകുച്ചിന് മേലാതെ വന്നപ്പോഴത്തേന് കൊച്ച് എന്തോ കാണിച്ച് കൊച്ച് മരിച്ചു. അപ്പം ഞാനവിടെ പോയി, ഞാൻ എന്ത് പ്രസംഗിക്കും? ഞാൻ പ്രസംഗിച്ചാൽ പറഞ്ഞുള്ളൂ, ആയുസിട്ടം ദൈവത്തിന് മാത്രമേ ആയുസിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ അപകടമായിരിക്കാം, വണ്ടി ഇടിച്ചായിരിക്കാം, ചിലപ്പം കെണ്ടി വീണ് മരിക്കുന്നതായിരിക്കാം. ഏത് വിധേനയെങ്കിലും ആ മരണം അവിടെ സംഭവിക്കണം. ഇപ്പം ഞങ്ങളുടെ അയലോക്കത്ത് പിന്നെ കുട്ടിയമ്മ എന്നാണ് തോന്നുന്നു പേര്, 75 വയസ്സുണ്ട്. അമ്മച്ചി മോടടുത്ത് പോയതാണ്. മോടടുത്ത് പോയിട്ട് അമ്മച്ചി ഇവിടെ നിൽപ്പുണ്ട്, വേറെ ഒരു പെൺകൊച്ച് അങ്ങോട്ട് മാറി ആ കൊച്ചിനെ സ്ത്രീയെ വണ്ടി ഇടിച്ചില്ല, ഈ അമ്മച്ചിയെ വണ്ടി ഇടിച്ചു, അന്നേപ്പിളെ മരിച്ചു. അപ്പം മരണത്തിന് ഒരു അവധിയുണ്ട്. അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല.
അത് എങ്ങനെയെന്ന് പറയാനും പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി ചിന്തിച്ചാലൊരു അന്തവും ഇല്ല, ചിന്തിച്ചാലൊരു കുന്തവും ഇല്ലെന്നുള്ളതാണ്. കാരണം ഒന്ന് ചിന്തിച്ച് നമ്മൾ ഒത്തിരി പോകുന്നു. ഈ പല ആൾക്കാരും വിവാഹം കഴിക്കാതെ മറക്കുന്ന കാണത്തില്ലേ, അവർ പഠിച്ച് പോകുന്നതുകൊണ്ടാണ്. ഞാൻ ശലോമോൻ പറഞ്ഞതിന് പുസ്തകം ഉണ്ടാക്കുന്നതിനൊന്നും അവസാനമില്ല, അധികം പഠിക്കുന്ന ശരീരത്തിന് ക്ഷീണം തന്നെ, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക. പുള്ളി എല്ലാവിധ ജീവിതത്തിലും സന്തോഷിച്ച ഒരു മനുഷ്യനാണ്. ദൈവം ഇതുപോലൊരു മനുഷ്യൻ ഭൂമി സൃഷ്ടിച്ചില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ആ മനുഷ്യൻ പറഞ്ഞ കാര്യം ശരിയാ. അധികം പഠിക്കുന്ന ശരീര ക്ഷീണം, നമ്മൾ പഠിക്കും തോറും നമ്മളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്ന് വേറൊരു ലോകത്താണ്. അങ്ങനെയുണ്ട്. നമ്മൾ ചിന്തിച്ചു പോയാൽ എന്നാണേലും നമുക്കൊന്ന് ഇത് കറങ്ങിപ്പോകും. ഉയ്യോ എൻ്റെ കുഞ്ഞ്, ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഡോക്ടർ ആകണമെന്ന് ചിന്തിക്കുക. ആ ഡോക്ടറാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അതിനു വേണ്ടി എൻ്റെ ശരീരം മൊത്തം നശിപ്പിക്കും. എനിക്ക് അതിന് കഴിവ് കാണത്തില്ല, എനിക്ക് ഡോക്ടർ ആകുകയും ചെയ്യും. അതിൽ തന്നെ ഞാൻ മറ്റുള്ള മറുവഴികളും ചെയ്യും. മനസ്സിലായോ? അങ്ങനെ എൻ്റെ ആയുസ് ഞാൻ ഒരു സന്തോഷിക്കേണ്ട സമയമാകുമ്പോൾ തന്നെ പെട്ടുപോകും. അതൊന്നാലോചിച്ച് അങ്ങനെ. ഇപ്പോൾ മോനെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും കഴിവ് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആനന്ദം. നിങ്ങൾ ഈ ഒരു ഫോട്ടോ എടുത്തു ചാനലിട്ട് നോക്കുമ്പോൾ തന്നെ കൊള്ളാം. അത് വലിയൊരു ആനന്ദമല്ലേ? അത് നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ, നിങ്ങളതിനെ ത്യാഗം സഹിച്ചതിൻ്റെ ഫലമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു ആസ്വാദനമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സന്യാസ ജീവിതം ആസ്വദിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെ സന്യാസ ജീവിതമാണെങ്കിലും അച്ഛൻ പാട്ടിലൂടെയാണ്, കുർബാനകളിലൂടെയാണ് നല്ലപോലെ ചൊല്ലും. അച്ഛൻ അതിൽ ആസ്വദിക്കുന്നു. ഇപ്പം തിരുമേനിയാണെങ്കിൽ പ്രസംഗം, പാവങ്ങളോട് വലിയൊരു കരുണ. ഓരോരുത്തർക്കും ഓരോ, പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ വരം കൊടുത്തിരിക്കുക. സ്നേഹത്തിൻ്റെ വരവായിരിക്കും, ഭാഷാപരമായിരിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കെല്ലാം ഓരോ വരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളത് കണ്ടെത്തിയിട്ടില്ല. അതിന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യനെ അവസാനം സൃഷ്ടിച്ചത്. എല്ലാം പക്ഷിമൃഗാദികളെയും സസ്യാദികളെയും എല്ലാം സൃഷ്ടിച്ചു. മനുഷ്യന് ആവശ്യമുള്ള എല്ലാം സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം ദൈവം ആ സൃഷ്ടിച്ച ആൾ മോശക്കാരനാണ്. ഇന്ന് നമുക്ക് എന്ത് വേണേലും മരുന്ന് ഇവിടെയുണ്ട്. എന്താ രാവിലെ ഉണ്ടോ, ഒരു പേരിൻ്റെ മരുന്നാണ് കവത്തിന് ഈ പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. നമ്മൾ ആശുപത്രിയിൽ പോകത്തില്ലേ? ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഈ പറമ്പിൽ നിന്ന് എന്നേലുമൊക്കെ കിട്ടുന്നത് ഇച്ചിരി മഞ്ഞൾ വെള്ളം രാവിലെ കലക്കി കുടിച്ചു. അല്ലെങ്കിൽ നടുവിന് വേദനയാണെങ്കിൽ, എനിക്ക് കിഡ്നിക്ക് വല്ലതും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ മുക്കുറ്റി എന്ന് പറഞ്ഞ സാധനം, അത് ഞാൻ 3-4 പറിച്ച് തിളപ്പിച്ച് കുടിക്കും. എന്നാൽ മൂത്രം നല്ലപോലെ പോവും. ഇത് എല്ലാം ഭൂമിയിലുണ്ടെന്ന്. നമുക്ക് സത്യം പറഞ്ഞാൽ അധ്വാനിക്കാൻ പറ്റത്തില്ല, നമുക്ക് കഷ്ടപ്പെടാൻ പറ്റത്തില്ല, പെട്ടെന്ന് നേടണം. ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഈ ആയുർവേദം? മോനെ, ആയുർവേദം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ പാരമ്പര്യമുണ്ട്. സായിച്ചാനോട് ചോദിച്ചാലും അറിയാം, ഇന്ന് വല്യമ്മച്ചിയോട് ചോദിച്ചാലും അറിയാം. നമ്മുടെ കട്ടപ്പനത്തെ അമ്മ ഈ എണ്ണയെല്ലാം കാച്ചുമായിരുന്നു, കുറുന്തോട്ടി. വല്യപ്പം വൈദ്യം പഠിച്ച ഒരാൾ കളരിയുണ്ട്. ഈ മരിച്ച, ഞാൻ പറയാം, സന്യാസിയാന്ന് മരിച്ച പീഡിയലപ്പച്ചൻ, അദ്ദേഹം കളരിയാണ്. അദ്ദേഹം പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃപയായിരിക്കും എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ ഞാനൊന്നും അറിയാത്ത ഞാൻ ഇത്രയും വിഷയം എങ്ങനെ പഠിപ്പിക്കുന്നത്? അതെല്ലാവർക്കും അതിശയമാണ്. എൻ്റെ മോനെ കാക്കനാട്ട് കുടുംബത്തിൽ ഒരു മനുഷ്യൻ ചിന്തിച്ചില്ല ഞാൻ ഇങ്ങനെയായിത്തീരുമെന്ന്. ഞാൻ അവിടെ റബ്ബറും വെട്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമെന്നാണ് ഇന്ന് 99 പേരും. അതിൻ്റെ പ്രയാസം കുടുംബത്തിലുണ്ട് താനും. ഞാൻ കുപ്പായം ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായി, ഞാനിങ്ങനെ കുപ്പായം ഇടുമെന്നോ ഞാനിങ്ങനെ ആയിത്തീരുന്നു ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ചിന്തിച്ചു എനിക്ക് എവിടെയും സന്യാസിയായിട്ടൊന്ന് ഒതുങ്ങി ഇച്ചിരി അധ്വാനിച്ച് ജീവിക്കണം. 2.5 ഏക്കർ സ്ഥലമല്ലേ ദൈവം തന്നിരിക്കുന്നത്. ഞാൻ മേടിച്ചോ? എല്ലാം ദൈവം തന്നതല്ലേ. ഇതിൽ കൂടുതൽ ദൈവം എങ്ങനെ എന്നെ സ്നേഹിക്കാനാ? 1 രൂപ മുടക്കാൻ 2.5 ഏക്കർ സ്ഥലത്തിൽ കിടക്കുക, നല്ല 1-ാം ക്ലാസ് വീട്ടിൽ. ഇതിൽ കൂടുതൽ ഞാൻ ഒരു സന്യാസി ഇതിൽ കൂടുതൽ എങ്ങനെ അനുഗ്രഹിക്കാനാണ് ദൈവം? നമുക്ക് അത് വേണം ഇത് വേണമെന്നുള്ള ആഗ്രഹമുള്ള, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, എൻ്റെ ആഗ്രഹം ഇതൊക്കെയാണ്. അടുത്ത് വരുന്നവർ ദുഃഖിച്ച് പോയത്. അങ്ങനെ ഇവിടെ പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര് വരും. അപ്പോൾ ഞാൻ അവരോട് പറയും, ഇങ്ങനെയാണ് ഈ വെള്ളം, പച്ച വെള്ളമാണ്, ഇത് നമുക്ക് ഭൂമിയിൽ നിന്ന് ദൈവം തന്ന വെള്ളമാണ്. അത് വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ച്, നിങ്ങൾ തന്നെ പിതാവേ പുത്ര, അല്ലേ നിങ്ങൾ വിളിക്കുന്ന രാമ കൃഷ്ണ എന്ന് വിളിച്ച് നിങ്ങൾ ചെയ്യും. ഞാൻ അങ്ങനെ പലരോടും പറഞ്ഞു വിടും. മുസ്ലിങ്ങൾ വന്നാലും ഞാൻ അവരോട് പറഞ്ഞു വിടും,
നിങ്ങൾ 2 നേരമെങ്കിലും നിസ്കരിക്കുക, 5 നേരം നിസ്കരിക്കേണ്ടി, നിങ്ങൾ 2 നേരമെങ്കിലും നിസ്കരിക്കുക എല്ലാവരോടും. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം മോനെ വീട്ടിൽ വൈകിട്ടൊന്ന് നമ്മളൊരു 10 വേദോസം വായിച്ച് മോനെ, വേദോസത്തിൻ്റെ അകത്തെ പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി വേറൊന്നാണ്. നമ്മൾ അറിയുന്നില്ല നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്. യോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമീപത്തൂടെ പോയി, നീ എന്നെ അറിഞ്ഞില്ല. ശരി, ദൈവം നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന വാക്കുകളൊക്കെ ദൈവം തന്നതാണ്, എൻ്റെ നാക്കല്ല. ഞാൻ എല്ലാവരോടും പറയടാ, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഈ ശരീരം അപ്പൻ്റെ അമ്മയുടെ, ഈ ശ്വാസം ദൈവത്തിൻ്റെതാണ്, ഈ വസ്ത്രങ്ങൾ ഓരോരുത്തരും തന്ന എൻ്റേതായി എന്നെ ഉണ്ട്, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മണ്ണിലേക്ക് പോന്നു. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഈ ഭൂമി എന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ഈ ഭൂമി അലിഞ്ഞു ചേരാൻ. അതിന് സമയമായില്ല. അപ്പം മരണം വഴിയായിട്ട് ഈ ഭൂമിയിലോട്ട് അലിഞ്ഞു ചേരും. ആത്മാവ് ദൈവമാക്കി സ്ഥലം. അപ്പോൾ മരിക്കാമെന്ന് പറ്റി ആലോചിക്കുമ്പോൾ പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ല. എന്നാണ് ഒരു ദിവസം മരിക്കണ്ടേ, ഞാൻ പിന്നെ പറയും ദൈവമേ എനിക്ക് വേദനയില്ല, മരിക്കണേ. ഞാൻ പറയും ദൈവം എന്നെ ഒത്തിരി വേദന പോയില്ല. ഞാൻ അങ്ങനെ ചിരിച്ചോണ്ട് പറയും ദൈവം എന്നെ ഒത്തിരി വേദന പോയില്ല, നിനക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ. അല്ല, എന്നെ പൂർണ്ണമായിട്ട് അറിയാം ദൈവത്തിന്. ഞാനൊരു പേടിച്ചൂറിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ എന്നാൽ ഞാൻ പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും നിൻ്റെ ഹിതം പോലെ. ഞാൻ രോഗിയായിട്ട് കിടന്നാൽ പോലും എൻ്റെ നാവിന് നീ ഒന്നും തരല്ലേ. എനിക്ക് അവിടെ വരുന്നവരോട് പറയണം, ഈ ദൈവവചനം കൊണ്ടാണ് ഞാനിങ്ങനെ കിടക്കുന്നത്. ഇത്രയും ജീവിച്ചു 52 വയസ്സ് വരെ. ആരെനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അല്ലേ? മാതാപിതാക്കൾ നമ്മളെ ഒന്നും ഉണ്ടാക്കി തരുന്നില്ലെന്നാണ് ഇന്നത്തെ സമൂഹം പറയുന്ന മാതാപിതാക്കൾ. ഞാൻ അവരോടെല്ലാം ഒരു കണക്ക് പറയും. ഒരു ദിവസം ഒരു നേരം 10 രൂപ, അപ്പം 3 നേരം ആകുമ്പോൾ 30 രൂപ, ഒരാഴ്ച ആകുമ്പോൾ 21, അങ്ങനെ ഒരു മാസം കൂട്ടി, ഒരു വർഷം കൂട്ടി, അങ്ങനെ 15 വർഷം, 15 വയസ്സ് വരെ നിന്നെ അപ്പം വളർത്തിയിട്ടുള്ള അമ്മ ആ തുക കൂട്ടി നോക്കാൻ പറയും. അപ്പം ഞങ്ങൾ 6 മക്കളുണ്ടായിരുന്നു. എത്ര ലക്ഷം രൂപ അപ്പൻ്റെ കണ്ടേനെ അമ്മയുടെ. ഇത് നമ്മൾ ചോദിക്കുക, ഞങ്ങൾക്ക് എന്നാ തന്നു? നമ്മൾ തരുന്നൊന്നും അറിയുന്നില്ല. ഈ ഭക്ഷണങ്ങളും ഈ വസ്ത്രങ്ങളും എല്ലാം. അച്ഛൻ്റെ കൂടെ പണ്ട് പഠിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, എത്ര പേരെ വിളിക്കുന്നത്? അവരൊക്കെ അച്ഛാന്ന് വിളിക്കും. നാണമില്ലേ സത്യം പറഞ്ഞത്? ഇല്ലില്ല, എന്നെ അച്ഛനല്ല വിളിക്കുന്നത്, ചിരിച്ചത് EV എന്നാണ് വിളിക്കുന്നത്. EV എന്നാണ് വിളിക്കുന്നത്. ഞാനത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എന്നോട് പറയുന്ന തമാശ കേട്ടാല് പിന്നെ അവർക്കൊരു ഇതാണോ ഭയഭക്തി ഉണ്ട്, സ്നേഹമുണ്ട്, ഭയമുണ്ട് കേട്ടോ. അവരെപ്പോഴും പറയും. അവർ കുടിക്കും. കുടിക്കുമ്പോൾ എന്നോട് പറയും, സന്യാസി ഇച്ചിരി കുടിക്കുവേ ഒന്നും പറയല്ലേ, നമ്മൾ ഒത്തിരി ആകല്ലേ, എനിക്ക് ഭാര്യമാരെ കൊണ്ട് ഏൽപ്പിക്കേണ്ടതാണ്. അത് ഭയങ്കര സ്നേഹം. എന്ത് മോനെ പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയാൻ പ്രാർത്ഥിക്കണം. എന്നെ പറയുന്ന വേറെ കാര്യങ്ങളാണ്. ചിരിച്ച് തലതല്ലും. നമ്മൾ കോളേജിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ നമ്മൾ ജീവിക്കും. അത് വലിയ ആനന്ദമോ. അവർ പറയടാ നീ ഇത് എങ്ങനെ എഴുതി പറ്റിച്ചടാ. അല്ല, അവർക്കൊക്കെ ഒരു അത്ഭുതമാണ് അച്ഛനായിരുന്നു. പിന്നെ എൻ്റെ മോനെ അവർക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ അവർ നല്ലപോലെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ അറിയത്തില്ല. നമ്മൾ ഡിഗ്രിയൊക്കെ വായിക്കുമ്പോൾ എഴുതുന്നല്ലേ ഉള്ളൂ. അവന്മാർ തന്നെ എഴുതുമായിരുന്നു. അവിടുന്ന് നീ ഇത് എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ മുന്നേടെ ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. അവരെല്ലാം വീട്ടിൽ പോയിട്ടുണ്ട് കൂട്ടുകാർ, അവർ വിളിച്ചോണ്ട് പോകും. അത് പഠിപ്പിക്കുക തന്നെ പുസ്തകമായി ബൈബിളൊക്കെ വായിച്ച് അങ്ങനെ പഠിച്ചു. പിന്നെ മോനെ ഡിഗ്രി വരെ പഠിച്ചില്ലേ, അപ്പം പുസ്തകം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ സെമിനാരി അത് പിന്നെ അല്ലേ പഠിച്ചത്? അതെ, 8ാം ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ 8 തോറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ 10ാം ക്ലാസ് ആദ്യം ജയിച്ചു. എൻ്റെ മരിച്ച ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ നീ ജയിക്കുമെന്ന്, ബാക്കി എല്ലാവരും പിന്നെ തോക്കുമെന്ന്. വലിയ മാർക്കെല്ലാം ഞാൻ ജയിച്ചു. പക്ഷെ അപ്പോൾ സ്കൂളിൽ പഠിച്ചതിനേക്കാളും കൂടുതൽ അറിവ് കിട്ടിയില്ല ഇവിടെ വന്നിട്ട്. എൻ്റെ മോനെ ഇപ്പം ഓരോ മനുഷ്യനുമായിട്ട് ഇടപെടുമ്പോഴാണ് അറിവ്. എന്നോ പ്രായമുള്ളവർ വരുമ്പോൾ നരച്ച മുടി ശോഭയുള്ള കിരീടം എന്ന് പറഞ്ഞു. ശരിയാണ്, എന്ത് അറിവാണ് അവർ പറഞ്ഞു തരുന്നതെന്ന് അറിയുമോ മോനെ? നമ്മൾ പുസ്തകത്തിൽ കിട്ടാത്ത അറിവാണ് അവർ നമുക്ക് പറഞ്ഞു തരാം. ഞാൻ ഇത് തുടങ്ങി അതിന് വേണ്ടി, കാരണം എനിക്ക് മനസ്സിലായി നമുക്ക് ആൾക്കാരോട് സംസാരിച്ചാൽ എൻ്റെ മോനെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് വളരുക. മനസ്സിലായോ? നമ്മൾ ഓട്ടോമാറ്റിക്കലി വളരുക. ഇപ്പം നമുക്ക് ആദ്യമേ എല്ലാവരോടും മിണ്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാനാണെങ്കിൽ പുറത്ത് നോക്കത്തില്ലായിരുന്നു. ഞാൻ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ പോകുമ്പോഴത്തേന് അവിടെ ഒരു മുസ്ലിം കൊച്ച് പറയും, എൻ്റെ അപ്പനോട് പറയും, റിജിക്ക് എന്നെ പേടിയാണോ, റിജി വന്നിട്ട് മിണ്ടത്തുമില്ല എന്നിട്ട് പെട്ടെന്ന് പോകുമെന്ന്. ഞാൻ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്, ആരോടും വലിയ ഇതില്ല. പിന്നെ വീട്ടിൽ വന്ന അമ്മയുടെ അടുത്തൊന്നും മാറത്തില്ല, അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കും. അന്ന് ഇന്നും ഇപ്പം അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്യും. ഞാൻ തുടങ്ങേണ്ട ഉദ്ദേശം കാരണം ഇപ്പം ഇതില്ലാതെ നമ്മൾ ഇത്ര നേരം സംസാരിക്കുന്നില്ല. ഇല്ല, നമ്മൾ വരത്തില്ല. എൻ്റെ മുന്നേ അന്ന് ലക്കിൽ ഞാൻ അവിടെ വന്നതാണ്. എനിക്ക് എന്നും ചോയമാമയെ കാണണം, അപ്പൻ്റെ പെങ്ങളല്ലേ,
കാണണം, ഇനി ഒരാളും ഉള്ളൂ. സത്യം എനിക്ക് പറഞ്ഞാൽ സത്യം നമുക്കൊരു ബന്ധമില്ല മോനെ. ഈ പള്ളിയിലച്ചന്മാരോടൊക്കെ എന്ത് സംസാരിക്കുന്നത് തന്നെ ഇല്ല, എനിക്കറിയാം. അതൊന്നുമില്ല. നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി. എന്നാണെന്നറിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് സായിച്ചാനോടൊക്കെ പിണക്കമെന്ന് പറയുന്നത് എന്നാണെന്നറിയോ, ഞങ്ങൾ തമ്മിൽ ആരുമായിട്ട് ബന്ധമില്ല മോനെ. ഞാൻ ഇങ്ങനെ വേഷം കെട്ടി പോകുന്നതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. ആരും വിളിക്കത്തില്ല. കാരണം നമ്മുടെ ബന്ധം ഇന്നാരെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇപ്പോൾ മരിക്കുമ്പോൾ വന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ മതി. അതല്ല, ഇങ്ങനെ ഒരാളുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ശാന്തമ്മാമ്മയുടെ അവിടെ പോയി, കൊല്ലാട്. അവിടെ 3-4 വീട്ടിൽ കൊണ്ടുപോയി. അമ്മച്ചിക്ക് 86 വയസ്സുള്ള അമ്മച്ചിമാരുള്ള വീടാണ്. എടാ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടമയാണ്, ഒരു പൈസയ്ക്കല്ല. പലരും ഇങ്ങനെ വെക്കും. നമ്മൾ ഈ പ്രാർത്ഥിക്കും. ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ബാക്കി എല്ലാവരും കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. അച്ഛൻ പ്രാർത്ഥിക്കും. ശരിക്കും മൈൻഡിൽ എന്തുവാ ശരിക്കും സംഭവിക്കുന്നത്? എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ഭവനത്തിലുള്ള വ്യക്തികൾ ശാന്തമായിട്ട് ജീവിക്കണം. ഞാൻ ചെന്നതുകൊണ്ട് രാത്രിയിൽ അവിടെ ഉറങ്ങാതിരിക്കരുത്. അല്ല, പ്രാർത്ഥിക്കുമ്പോൾ എന്തേലും ഒരു ഇത് തോന്നാറുണ്ട്, വേറെ ഒരു അല്ല, അത് പിന്നെ വചനമാണല്ലോ. ഞാൻ മൊത്തം വചനം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം വേദോസത്തിലെ വാക്യം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതവിടെ പ്രവർത്തിക്കും. അത് കാണാപ്പാടമുള്ള ആണോ അതോ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ആ പഠിച്ചിട്ടുണ്ട് സൺഡേ സ്കൂളിൽ. നമ്മളിങ്ങനെ വാക്യമൊക്കെ നമ്മൾ പിന്നെ വേദോസം വായിച്ചിട്ടുണ്ട് 3-4 പ്രാവശ്യം. വേദോസം മൊത്തം വായിച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ചില സമയത്ത് നമ്മുടെ വേദനയുടെ സമയത്ത് നമ്മളിങ്ങനെ വേദോസം തുറന്നു നോക്കുമ്പോൾ കൃത്യം വാക്യമായിരിക്കും കിട്ടുന്നത്. അത് ഓട്ടോമാറ്റിക്കലി വായിക്കുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ പതിയും. അതാണ് പിന്നെ അവിടെ പരിവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ 12 വർഷം സൺഡേ സ്കൂളിൽ പോയി. ഞാൻ വീട്ടുകാരെ വിട്ട നിർബന്ധം നമുക്കപ്പം ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഇഷ്ടമില്ല. ഇല്ല, അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പള്ളി ലൈഫ് കുറച്ച് കുറവാണ്. ഞാൻ ഒരു സമയത്ത് ഞാനൊരു എയ്ത്തിസ്റ്റ് ആയാലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിക്കാം. പിന്നെ ഞാൻ മുംബൈയിലെ അപ്പോൾ വേറെ റിലിജിയൻ എല്ലാവരെയും കണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ. പിന്നെ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ലൈക്ക് ഞാൻ ഒരു സാധനത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ളതിലും വിശ്വസിക്കണം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇപ്പം ചെയ്തു. ഞാൻ എല്ലാ റിലിജിയനും വിശ്വസിക്കും. എല്ലാ റിലിജിയനും ദൈവം ഉണ്ടല്ലോ സർട്ടൻ പോയിന്റ്. കാരണം അത് കഴിഞ്ഞിട്ട് ഹ്യൂമനൈസ് ആക്കിയ പോയിന്റ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. മോനെ, ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഒരാളും ഉള്ളൂ, സൂര്യൻ ഒരാളും ഉള്ളൂ, സൂര്യനെ സൃഷ്ടിച്ച ദൈവം ഒരാളും ഉള്ളൂ. അത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ബ്രഹ്മാവെന്നോ വായു ഭഗവാനെന്നോ രാമനെന്നോ വിളിക്കുന്നു. അവരുടെ പിതാക്കന്മാർ അങ്ങനെയാണ്. നമ്മൾ ക്രിസ്ത്യാനിയെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. മുസ്ലിങ്ങളെ പടച്ചോൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ സൃഷ്ടിക്കുന്നവൻ. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ. കർത്താവെന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നത്. എല്ലാത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. മനസ്സിലായോ? ക്രിയേറ്റർ നമ്മുടെ സൃഷ്ടികർത്താവ് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പറയുന്ന മുയലിനാണ് 3 കൊമ്പെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇന്ന് സമൂഹത്തെ. അത് കാർൽ മാർക്സ് പറഞ്ഞ ഏറ്റവും ആപ്ത വാക്യം. കാരണം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ പരിപാടി മതം. അത്രയേ ഉള്ളൂ. അല്ല വേറെ ഇപ്പം ദൈവത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയും, ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ കൊള്ളിക്കുന്ന പോലെ പറയാണ്, നമുക്ക് ശരിക്കും ഉള്ളിൽ തന്നെ ദേഷ്യം വരും. ഞാനൊന്നും മിണ്ടത്തില്ല. ഞാൻ പിന്നെ ദൈവമേ നീ കേട്ടല്ലോ, എനിക്ക് അതിന് ഉത്തരം പറയാൻ അറിയത്തില്ല. ഞാൻ പച്ച മനുഷ്യനാണ്. ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവിടെ അന്ന് ഞാൻ മർത്തോമായിലല്ലായിരുന്നു. ഇപ്പോൾ യാക്കോബായി വന്നേ. ഞാൻ മർത്തോമാക്കാർ 6 പേര്, ഓർത്തഡോക്സുകാർ 6 പേര്, യാക്കോക്കാർ 5 പേര്, ബാക്കി CSIക്കാരാണ്. അപ്പം ഈ പഴയ നിയമത്തിലെ അച്ഛന്മാർ വരുമ്പോൾ തന്നെ നമ്മളെ പ്രൊവോക്ക് ചെയ്യും. സെമിനാരി എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ പഠിപ്പിക്കുമല്ല, നമ്മളെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മൾ പോയ വിശ്വാസം നഷ്ടപ്പെടണം. നമ്മൾ പോയ വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മൾ തിരിച്ച് സെമിനാരിയിൽ നിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ നമ്മുടെ വിശ്വാസം അവിടെ നിൽക്കും. ഇല്ലാത്തവരാണ് ഭയങ്കര സമ്പത്തിന് വേണ്ടിയും ഇതുപോലെയൊക്കെ ഓടുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസം എൻ്റെ സെമിനാരി പഠനത്തിലും ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴും ആ വിശ്വാസം ഇന്നും എൻ്റെ കയ്യിലുണ്ടത്. കാരണം നമ്മളിപ്പം കുറച്ച് പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ധാരണയുണ്ട്, നമ്മൾ ഏതാണ് പഠിച്ചു. നമ്മൾ എന്നിട്ട് നമ്മൾ പറയുന്നത് ശരിയെന്നുള്ള ചിന്താഗതിയാണ്. എന്നാൽ നമ്മൾ ഓർക്കാൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർമാർ, എൻജിനീയർമാർ, നേഴ്സുമാർ, കളക്ടർമാർ, അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയുന്ന മണ്ടത്തരം ഉണ്ടെന്നുകൂടി നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ എഴുതി വെച്ച് പ്രസംഗിക്കണം. മനസ്സിലായോ? ഇന്ന് നമുക്ക് പറ്റിപ്പോയത് തന്നെ
സെമിനാരിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ ആരാണ്ട് ഏതാണ്ട് ഒന്നുമില്ല, പച്ച മനുഷ്യൻ. ആ 4 വർഷത്തെ പഠനമല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചല്ലോ, +2 വരെ പഠിച്ചല്ലോ സ്കൂളുകളിൽ. ഞാനിപ്പം പറയുന്ന ഒന്നും സെമിനാരിൽ നിന്ന് പഠിച്ചതല്ല. ഇപ്പം വിനാശകാലെ വിപരീത ബുദ്ധി ഒക്കെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച. അല്ലേ, നമ്മൾ ഇംഗ്ലീഷിൽ എത്രയോ ഇംഗ്ലീഷ് അമ്മമാർ സംസാരിക്കുന്നു. പോരുക, കഞ്ഞോളം ഒഴിക്കുന്നതിന് നമ്മൾ എടി മോളെ കഞ്ഞോളം പോർന്നേ, പോരുക എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് പോരുക. അറിയോ, നമ്മുടെ അമ്മച്ചിമാർ അന്ന് ഇംഗ്ലീഷ് പറഞ്ഞില്ലേ, നമ്മളിന്നും തപ്പിപ്പിടിക്കാതെ പോരുക. അതാ പറഞ്ഞത്, അവർക്ക് അവരുടെ വിദ്യാഭ്യാസമുണ്ട്. നമ്മൾ അതിനെ നമ്മൾ ഒരാളുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ അംഗീകരിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം അംഗീകരിക്കപ്പെട്ടു. അതിന് യേശുക്രിസ്തു പറഞ്ഞേ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അത്രേ ഉള്ളൂ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പം മോൻ്റെ വിദ്യാഭ്യാസത്തെ ഞാൻ ബഹുമാനിക്കുന്നുവെങ്കിൽ മോൻ എന്നെ ബഹുമാനിക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും സംസാരിക്കുന്നു? ഞാനൊരു പച്ച മനുഷ്യനായിട്ടല്ല, ഞാനൊരു അച്ഛനായിട്ടല്ല, എൻ്റെ സഹോദരൻ്റെ വീടാണ്, എൻ്റെ സഹോദരിയുടെ വീടാണ്, എൻ്റെ സ്വന്തം വീടാണ്. എടാ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രായമുള്ളവരെ കാണുന്ന എനിക്ക് വലിയ ആനന്ദമാണ്. ഇനിയും കിട്ടത്തില്ല. നമ്മുടെ സാഹിച്ചാൻ്റെ ഒക്കെ ശേഷം കഴിഞ്ഞിപ്പം നിങ്ങളുടെ ശേഷമൊക്കെ ഒരു 60 വയസ്സ് വരെ ഇരുന്ന ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. അല്ല, ആയുസ് കുറഞ്ഞു വരിക, 70 അതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരു കാര്യം ഇല്ല, ഇപ്പം അച്ഛൻ മരിച്ചു, അത് കഴിഞ്ഞ് അറിയും ഇനി ഒന്നുമില്ല. ഇപ്പം നമ്മൾ ശരിക്കും നമ്മുടെ വിശ്വാസം നമ്മൾ സ്വർഗത്തിൽ പോവുക അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ഒന്നുമില്ല അങ്ങനെ ഒരു പേടിയുണ്ടോ ശരിക്കും? എനിക്ക് മോനെ, എനിക്ക് സ്വർഗത്തിൽ പോകുന്നതിലും നരകത്തിൽ പോകുന്നതിലും വായിച്ചാൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. ദൈവം എന്നെ എവിടെയാണ് ആക്കുന്നോ അവിടെ ഒരു സ്ഥലമുണ്ട്. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഫലമെല്ലാം ഞാൻ അനുഭവിക്കണം. എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ഞാൻ ചെയ്ത തെറ്റുകളുണ്ട്, അതൊക്കെ ഞാൻ അനുഭവിച്ചേ പറ്റൂ. ഞാൻ ഇനി കർത്താവിനോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കത്തില്ല. ഇച്ചിരി ഇളവ് തരുമായിരിക്കും, എന്നാലും അടി തരും. അതെന്നെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്ലഡിൽ ഇത് ചെയ്യില്ലായിരുന്നു. മനസ്സിലായോ? ഞാൻ ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേ പറ്റൂ. അവനവനും ചെയ്യുന്ന നല്ലതായാലും തീയതായാലും അതിൻ്റെ ഫലം അനുഭവിക്കും. പൗലോസ്ലീഹ പറഞ്ഞു. നമ്മളത് ഇങ്ങനെ മറ്റേ പശ്ചാത്താപം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നല്ല. പശ്ചാത്താപം ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരും, എൻ്റെ വിശ്വാസം. പശ്ചാത്താപം ഉണ്ടെങ്കിൽ അതിന് ഒത്തിരി മാറ്റം വരുമെന്നുള്ളൂ. അല്ലാതെ തെറ്റ് ചെയ്തതിന് തെറ്റിന് അടിയുണ്ട്, അതെൻ്റെ വിശ്വാസം. അതുണ്ട് മോനെ. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഈ ഭൂമി 2 ന്യായവിധിയാണ്. ഒന്നിപ്പം നമ്മുടെ ന്യായവിധി, ജീവിക്കുന്ന കാലത്ത് നമ്മുടെ കഷ്ടപ്പാടുകൾ, വേദനകൾ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ മണ്ട ചെല്ലുമ്പോൾ അടുത്ത ന്യായവിധി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ന്യായവിധിയാണ്. ഈ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കും, എന്തോ കഷ്ടപ്പാടാണ്, എന്തോ ജീവിതമോ, ഇതെൻ്റെ ഒരു ന്യായവിധിയാണ്. അതാ അങ്ങനെയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒന്നും ഇങ്ങനെ പറയത്തില്ല, അത് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞല്ല, എൻ്റെ വാക്കുകൾ. എനിക്ക് ദൈവം തന്ന കുറച്ച് വചനത്തിനടിസ്ഥാനം ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ പറയുമ്പോൾ ഇതിന് വ്യത്യാസം വരും. ഏതൻ തോട്ടത്തിൽ പണിയെടുത്ത് വേദന നീ വേദനയോടെ പ്രസവിക്കുമെന്ന്. മുള്ളും പറക്കാരി ഉള്ള ആ ഒരു പണിഷ്മെന്റ് ഇപ്പോഴും ഉണ്ട്. നമ്മളതുകൊണ്ടല്ലേ ഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞാൻ ആ വിശ്വാസത്തിലല്ലേ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ട് എപ്പോഴും കിടന്ന് ഈ മുള്ളിൻ്റെ അകത്തൊക്കെ കിടന്ന് കളിക്കുകയും പണിയുകയും ഒക്കെ ചെയ്യും. എനിക്ക് ദൈവം തന്നൊരു പദവിയാണ്. ഞാൻ വേർത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ അസുഖം ഉണ്ടാവും. വേർപ്പോണ്ട് അപ്പം തിന്നാനാണ് പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞെന്നാ, ഗാന്ധിജി ദൈവമൊന്നുമില്ല, ഗാന്ധിജി പറഞ്ഞെന്നാ, അധ്വാനിക്കാത്തവൻ അപ്പത്തിന് യോഗ്യനല്ലെന്ന്. മനസ്സിലായി? അധ്വാനിക്കാത്തവൻ അപ്പത്തിന് യോഗ്യനല്ല. ശരിയല്ലേ? നമ്മുടെ അപ്പനും അമ്മയും ഉണ്ടാക്കുന്നതും പറഞ്ഞ് നമ്മൾ തിന്നേച്ച് അവരെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ കൂടെ ഇപ്പം രാവിലെ അമ്മ ഉണ്ടാക്കുന്നു, ഒന്ന് ഇന്നൊരു പാത്രം ഒന്ന് കഴുകി കൊടുത്തു, അമ്മയ്ക്കൊരു സന്തോഷം. എൻ്റെ കുഞ്ഞെൻ്റെ കൂടെയായി. ഒരു ഗ്ലാസ് അപ്പം കുടിച്ചേച്ച് വെച്ചു. അല്ല അപ്പനാണേലും എടി ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ ആ ഭാര്യയ്ക്കുണ്ടൊരു സന്തോഷം, ഒരാനന്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊന്നുമല്ല. അല്ല, പക്ഷെ നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പൈസ ഉണ്ടല്ലോ, എല്ലാവരും ജോലിക്ക് പോകുമല്ലോ. അപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്ന ചിലപ്പം വീട്ടുകാർക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ ഈ ജോലി കാരണം നമ്മൾ ചിലപ്പം വേറെ സ്ഥലങ്ങളിലായിരിക്കും. നമ്മുടെ അപ്പനമ്മയും ചിലപ്പോൾ വീട്ടിൽ പറ്റത്തില്ല. ഞാനത് ഭയങ്കരമായിട്ട് പറയുക, എനിക്ക് അവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായത് എന്തുകൊണ്ടാണ്? സാഹിച്ചാൻ അവിടെയുണ്ട്, മമ്മ അവിടെയുണ്ട്, മമ്മയെ നോക്കാൻ അവർ 2 പേരും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇപ്പം ഞാൻ പറ്റത്തില്ലെന്ന് എല്ലാ സ്ഥാപനം കൊണ്ടാക്കുമല്ലേ. നമുക്കത് പറ്റിയിട്ടില്ല. ഞാനും പ്രസംഗിക്കുന്നിടത്തെല്ലാം പറയത്. അതായത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടുകാരെല്ലാം. പക്ഷെ നമ്മൾ അതേ സമയം നമ്മൾ വീട്ടുകാരുടെ കൂടെ നമ്മളല്ല, നമ്മൾ പൈസ അത് നോക്കാൻ വേണ്ടി അല്ല, നമ്മൾ പോകുന്നുണ്ടെങ്കിലും മോനെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ വേദന തിരിച്ചറിയാമെങ്കിൽ നമ്മൾ ഒരിക്കലും തള്ളത്തില്ല.
ഒന്നെങ്കിൽ നമ്മുടെ കൂടെ നിർത്തും, അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരെ നമ്മൾ പൈസ മുടക്കുകയാണെങ്കിൽ നിർത്തും, വേറെ സ്ഥാപനത്തിലാക്കത്തില്ല. സ്ഥാപനം ഇപ്പം ഞാൻ ബോംബെയിലാണെന്ന് വിചാരിച്ചു ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ അപ്പയും അമ്മയും ഇപ്പം കോട്ടയത്താണല്ലോ. അപ്പം ഞാൻ അവിടെയാണ്, ഞാൻ എന്തായാലും വീട് സത്യം പറഞ്ഞാൽ ഇപ്പം അവിടെയാണ് എപ്പോഴും. നമ്മളിടയ്ക്ക് ഒരു അവധി പോലെയാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്നത് ഇതല്ലേ, ഒരു വാർത്ത ഇല്ലാതായി പോകുന്നു. ഞാൻ പൈസയ്ക്ക് വേണ്ടി അവിടെ പോകുന്നു. അതല്ല, പിന്നെ അതിനർത്ഥമുണ്ട് പണി. മോൻ പൈസയും കൊണ്ട് വന്നെങ്കിലും ഈ അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഒരാൾ ചോദിച്ചാൽ പൈസ തരുമോ? മോൻ ഇത്രയും അറിവ് ദൈവം തന്നു. അപ്പനും അമ്മയുടെയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് പഠിച്ചത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതല്ല, അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ പൈസ നമ്മൾ തിരികെ അടച്ചേ പറ്റൂ. അതിന് മോൻ പോയിരിക്കുക. മോൻ ഇതൊന്നും അറിയുന്നില്ല. മോൻ പോയിരിക്കുക ബോംബെക്ക്, എൻ്റെ അപ്പനെയും അമ്മയും നോക്കണം. വലിയൊരു പവറല്ലേ. അവൻ പ്രാർത്ഥിക്കാൻ ദൈവമേ എനിക്ക് പറ്റിയ ഒരു പെങ്കൊച്ചിനെയും കൂടെ തരാം. പക്ഷെ അവരുടെ ആഗ്രഹം ചിലപ്പോൾ ഞാൻ അവിടെ നിൽക്കണമെന്നായിരിക്കുമല്ലോ. പക്ഷെ അത് സാധിക്കുന്നില്ല. അല്ല, അതെല്ലായിടത്തും പറ്റത്തില്ല മോനെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ലോക സാഹചര്യം അനുസരിച്ച് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്കൊരു വ്യാപാരം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോകും. അതൊക്കെ ദൈവത്തിനറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവത്തിനറിയാം. നമുക്കിപ്പം അച്ഛന് ദൈവത്തിൻ്റെ ഇത് കിട്ടുന്നുണ്ടല്ലോ ഒരു ഇത്. അല്ല, എനിക്ക് ദൈവത്തിൻ്റെ കുറുമോനെ ആവശ്യത്തിന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഇപ്പം 4 ഞായറാഴ്ച ദിവസമായിട്ട് എഴുന്നേൽക്കുന്നില്ല. എന്നും 4 ഞാൻ പോകണമായിരുന്ന. പിന്നെ ഈ തലവേദന ഇച്ചിരി കഷ്ടപ്പാട് കൂടുതലൊക്കെ ആകുമ്പോൾ ചില സമയത്ത് എഴുന്നേക്കാം. ഞാൻ എഴുന്നേറ്റ് ദൈവമേ എന്നെ ക്ഷമിക്കണേ, ഞാൻ അത്രേ പറയത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. 12 മണിക്ക് വന്ന് പ്രാർത്ഥിക്കും. അല്ല, എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു അത് മറ്റേ നമ്മുടെ സാത്താൻ്റെ എങ്ങനെ അതും വരാം. അതെപ്പോഴും കൂടെ വരുമല്ലേ മോനെ. ചില സമയത്ത് നമ്മൾ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചേച്ച് പോകും. പേടിയുള്ളവർക്കൊക്കെ രാത്രി കട്ടിലെന്നിട്ട് നമ്മളെ അടിക്കും. നമ്മൾ ഉറക്കത്തിൽ നിന്ന് വർത്തമാനം പറയുന്നുണ്ടെന്ന് നമ്മളറിയുന്നില്ല. ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് അറിയുന്നില്ല. ഓ വിചാരി എന്നൊക്കെ പറയും നമ്മളറിയാതെ. ഇത് നമ്മളറിയുന്നില്ല, നമ്മൾ ഉറങ്ങുമല്ലേ. കാരണം ഇത് മനസ്സിൻ്റെ അടിത്തട്ടി കിടക്കുമല്ലേ. ഉച്ചയ്ക്ക് നടന്ന സംഭവമല്ലേ ഇത്. അങ്ങനെയൊക്കെ സംഭവിക്കും. എനിക്ക് ചെറുപ്പത്തിൽ ഒരു സ്വഭാവമാണ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. എങ്ങനെ കിടന്നാൽ ഞാൻ എഴുന്നേറ്റ് പോകുമായിരുന്നു. ഇപ്പം വേണ്ട ഒറ്റയ്ക്ക് വന്ന് കിടക്കാൻ എഴുന്നേറ്റ് പോകുന്നില്ല. അത് അന്നത്തെ സാഹചര്യം. അത് അല്ല, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ദൈവത്തിനേക്കാളും ഒരു ഇച്ചിരി കൂടെ ശക്തി സാത്താന് അല്ല ഈ ചീത്ത ഇതിനാന്ന്? അല്ലല്ല, ദൈവത്തിൻ്റെ അത്രയും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം മിക്കയിടത്തും ദൈവം നമുക്ക് വിജയം തരുന്നുണ്ട്. സാത്താന് ശക്തിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്. നന്മയുടെ അടുത്തോട്ട് വരുന്നുണ്ട്, എന്നാൽ അത്രയാകത്തില്ല. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഒരു പേഴ്സൺ, എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ മനസ്സിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട്, സാത്താനുമുണ്ട്. കാരണം ബൈബിളിൽ പറയുന്നുമുണ്ട് കർത്താവിനെ പരീക്ഷിച്ചത്. സാത്താനുണ്ടെങ്കിൽ ആ പവർ ഉണ്ടെങ്കിൽ മറ്റേ പവറും ഉണ്ട്. അടിച്ചോ അറിയോ? എൻ്റെ മനസ്സിൽ ഇപ്പം കൂടുതലും സത്യം പറഞ്ഞാൽ കൂടുതൽ നെഗറ്റീവായിട്ടാണ്. അത് മോനെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ വരത്തുള്ളെന്ന്. ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ഞങ്ങളുടെ പൗരോഹിത്യ മേഖലകളിലെ ജീവിതം അങ്ങനെയാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ നേടണമെന്ന് അവർക്കില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു കലിയുഗമാണ് കുഞ്ഞേ. ഇപ്പം എപ്പോഴാണേലും ഇപ്പം പുതിയ പിള്ളേരാരേലും ഇങ്ങനെ ഇല്ല വരത്തില്ല. ഇപ്പം പറഞ്ഞു നമ്മുടെ വീടുകളെല്ലാം 2 പിള്ളേരെ കാണത്തുള്ളൂ, ഒരാണും പെണ്ണും. ആണും പെണ്ണും ഉള്ളപ്പോൾ എന്നെ എടുക്കും, പെണ്ണിനെ കെട്ടിച്ചും വിടും, ആണിനെ തലമുറ നിലനിർത്തുന്നുണ്ട്. പിന്നെ റെയറായിട്ടുള്ളൂ അച്ഛന്മാരായിട്ട് വരുന്നത്. പിന്നെ ചില വിധി ഇതാണെങ്കിൽ ഇതിപ്പോൾ നമ്മളല്ലേ, എൻ്റെ വിധി ഇതായിരുന്നു. ഈ ദാരിദ്ര്യം കാരണമാണോ കൂടുതലും ആൾക്കാർ ഇങ്ങനെ വരുന്നത്? അതായത് വിശ്വാസം ഇല്ലെങ്കിലും പഴയ കാലത്ത് മക്കൾ ഉണ്ടായിരുന്നു, അങ്ങനെ മഠത്തിലും അവിടെ ഇവിടെയൊക്കെ അവരുടെ വിശ്വാസം, ഈ അന്നത്തെ അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. ദൈവത്തിൽ ആശ്രയം. അപ്പോൾ അവരുണ്ടാവുമ്പോഴേ പറയും ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തേക്കാം. ആ പെണ്ണാണേലും ആണാണേലും അവരുടെ വിശ്വാസം അവർ പറഞ്ഞ് പഠിപ്പിച്ച് ഈ കുഞ്ഞിനെ വിടുന്നു. ചിലപ്പോൾ ചെല്ലുമ്പം ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും. അല്ല, ഇപ്പോൾ ഈ ലോകം കൂടുതൽ വളരുന്നതുകൊണ്ടാണോ ആൾക്കാർ ഇത് വരാത്തത്? അല്ല, ആൾക്കാർ വളരാത്തതെന്ന് പറഞ്ഞാൽ ആ പഴയ കാലത്ത് ഒരു വീട്ടിൽ 10 മക്കളൊക്കെ കാണും, അല്ലെ 5 മക്കൾ കാണും. ഇപ്പം ഞങ്ങളാണെങ്കിൽ 6 മക്കളില്ലായിരുന്നു. 2 മക്കളല്ലേ ഇപ്പോൾ. ഇപ്പം ചിലപ്പോൾ ഒരാളെ കാണത്തുള്ളൂ. ഇപ്പോഴത്തെ സമൂഹത്തിൽ 2 മക്കളിൽ കൂടുതലില്ല, വളരെ റെയറായിട്ടുള്ളൂ 2 കൂടുതൽ. അപ്പം എൻ്റെ മോനെ എൻജിനീയറിംഗ് ഞാൻ ഡോക്ടറാക്കണം, അച്ഛനാക്കാൻ പറ്റുമോ? എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടു, എന്ത് ചെയ്യും?
അതങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം. അതെ, അച്ഛനിപ്പം സന്യാസം വന്നപ്പം വീട്ടുകാരൊന്നും തടഞ്ഞില്ലായിരുന്നു? എന്നെ 99 പേരും ശതമാനം ആൾക്കാരും തടഞ്ഞു. എന്നോട് മാർത്തോമായിലെ ഒരു രഞ്ജനച്ചൻ മാത്രം വന്നു, റജി എനിക്ക് പോകാൻ പറ്റില്ല, നല്ല മേഖലയെ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല. പിന്നെ മൂന്നാമത്തെ ജ്യേഷ്ഠൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. ബിജി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരും തടസ്സം നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം എനിക്ക് കുവൈറ്റ് പോകാൻ എല്ലാം ശരിയാക്കി തന്നതാണ് ബിജി. ഞാൻ എന്നിട്ട് അവിടുന്ന് പോകുന്നത് മാർത്തോമാ ദേറായിലോട്ട് പോയത്. ജിജോയ്ക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. അല്ല, എപ്പോഴായാലും തോന്നിയിട്ടുണ്ട് ഇത് വേണ്ടായിരുന്നു, തിരിച്ചു ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ തന്നെ പറയും മോനെ ഇതൊക്കെ എന്തോ ജീവിതമാണ്. അതെല്ലാവരും പറയും. കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള പ്രവൃത്തികൾ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നു. ഞങ്ങളുടെ പൗരോഹിത്യ മേഖലയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ എവിടെ എടുത്ത് നോക്കി ഇപ്പം പിന്നെ ആർക്കും അനങ്ങാൻ പറ്റത്തില്ല, ചാനലുകളുള്ളതാണ്. എന്നിപ്പം നേരത്തെ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞാനാണിപ്പം യേശുവിൻ്റെ ഒരു ഫോട്ടോ കാണുകയാണ്, യേശു വെളുത്ത് തൊടുത്ത് ഒരു സായിപ്പിനെ പോലെ ഈ സായിപ്പുമാരുടെ കാരണമാണല്ലോ ഇത് ഇന്ത്യയിലൊക്കെ വന്നത്. അപ്പം ശരിക്കും ഇത് സായിപ്പുമാർ ഉണ്ടാക്കി വിട്ടാൽ നമ്മുടേതല്ല എന്നൊക്കെ ഇങ്ങനെ അല്ല, നമ്മളത് ഇന്ത്യയെ പറഞ്ഞ ബ്ലാക്ക് തിയോളജി വന്ന അങ്ങനെയല്ലേ, ഇത് ക്രിസ്തു കറുത്തവനാ. അത് ശരിക്കും അതല്ലേ, ശരിയല്ലേ, കറുത്തതല്ലേ. പിന്നെ അവരെന്നെ ആയിരിക്കും ഇങ്ങനെ ഇവിടുത്തെ ഇപ്പോഴും അവര് പറയുന്നത് അവിടെ ഒരു വിവേചനമില്ല. നമ്മളാണ് ഇപ്പോഴും യഹൂദൻ പറയുന്നത് തന്നെ അവരാ ദൈവത്തിന്റെ മക്കളെന്നല്ലേ പറയുന്നത്. ശരിയല്ലേ, അവരല്ലേ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ജാതികളാണ്. വിശ്വാസം പല പല രീതി ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. കാരണം പണ്ട് ഇംഗ്ലണ്ടിൽ മറ്റേ രാജ്ഞി മറ്റേ സൂസൈഡിനൊക്കെ ആൾക്കാരെ ജ്യൂസിനായിരുന്നു കൊന്നതും. അതെല്ലാം ഈ വിശ്വാസത്തിന്റെ പേരിലല്ലേ ഇതെല്ലാം ചെയ്ത്. അത് വിശ്വാസത്തിന്റെ പേരിൽ പിന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അത് തുർക്കികൾ മുസ്ലിങ്ങളായിരുന്നു. തുർക്കികൾ അവർ പിടിച്ചടക്കിയപ്പോൾ തന്നെ നമുക്ക് ക്രിസ്ത്യാനികളുടെ ദേശമായിരുന്നു. അപ്പം ക്രിസ്ത്യാനികൾ കുരിശു രക്ഷിക്കുമെന്ന് പറഞ്ഞ് കുരിശു യുദ്ധം തുടങ്ങി. ഇംഗ്ലണ്ട് അതായിരുന്നു ഓരോ വിശ്വാസം. അപ്പൊ ഓരോ ആൾക്കാർ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന കഥയല്ലേ. അപ്പം അതാണ് കാരണം പണ്ട് നമ്മൾ ഒരു കഥ ഒരാള് പാസ് എടുത്ത ആളെ പോയി ഇങ്ങനെ കഥ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യുന്ന പോലെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബൈബിളിലാണല്ലോ ഓരോരുത്തരുടെ കഥയാണല്ലോ അത്. അങ്ങനെ കൈമാറി മാറും അങ്ങനെ ചിന്തിക്കുക. കൈമാറി വരുമ്പോൾ തന്നെ അതിന് മാറ്റം വരാം, എന്നാൽ ബൈബിളിന് മാറ്റം വരുന്നില്ല. അതിൻ്റെ പ്രതി അന്ന് തൊട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ഗ്രീക്ക് ഭാഷ പഠിക്കണമായിരുന്നു, സെമിനാരി പഠിക്കണം, ഹീബ്രു പഠിക്കണമായിരുന്നു. അത് ഇതേ തന്നെയാണ്. മലയാളത്തിൽ നമുക്ക് അത്രയും വാക്ക് കിട്ടത്തില്ല, ചില വാക്കുകൾ. അതുകൊണ്ടാണ് മലയാളത്തിൽ ചില വ്യത്യാസം വരുന്നത്. എന്നാൽ ഹീബ്രുവോ ഗ്രീക്കോ വായിച്ച ഒരു മാറ്റവും ഇല്ല, അറിയാമെങ്കിൽ. ഈ ബൈബിളും മറ്റേ ഇവരുടെ ഖുർആനും ഇല്ലേ, അത് രണ്ടും ആ എൻറ്റിറ്റി പഴയ നിയമമല്ലേ രണ്ടും? പഴയ നിയമം. അപ്പോൾ ആ രണ്ട് എൻറ്റിറ്റിയും കഥ സെയിം കഥയായിരിക്കും, പേരും ഇതും വ്യത്യാസം വരത്തില്ലേ? വരും, വ്യത്യാസം വരും. അപ്പോൾ അതിപ്പോൾ സെയിം ഇന്റർപ്രിട്ടേഷൻ മാറിയോണ്ടല്ലേ? ആ ഇന്റർപ്രിട്ടേഷൻ മാറിയെങ്കിലും ചിലത് നമ്മൾ സമ്മതിക്കത്തില്ല. ഞാൻ പിടിച്ച മുതലിന് 3 എൻ്റെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ ഞാൻ അതിനെ തർക്കിക്കും. മനസ്സിലായോ? അതൊക്കെ ഉണ്ടാവും. ചരിത്രം മനുഷ്യനല്ലേ എഴുതിയത്, ഹിസ്റ്ററി എന്നല്ലേ, ഹിസ്റ്ററി അവൻ്റെ ചരിത്രമെന്ന്. കൂടുതലും സ്ത്രീകളില്ലല്ലോ. അത് ഞാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പുരുഷൻ്റെ അസ്ഥിയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കാം. അപ്പം 2അല്ല 1. അപ്പോൾ അവൻ്റെ ചരിത്രം പറയുമ്പോൾ അവളും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഞാൻ എന്തായാലും ഇപ്പം എനിക്ക് വിശ്വാസം കുറവാണ്, ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ടാന്നൊന്നുമില്ല, എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നമ്മൾ അറിവിന് വേണ്ടി. പിന്നെ അവനെ എല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ബൈബിള് വായിച്ചോണം. ബൈബിളിൻ്റെ അകത്ത് ഒത്തിരി അനുഗ്രഹം കിടപ്പുണ്ട്. ഒന്നും അറിയാത്ത ഞാൻ ഇങ്ങനെയാകണമെങ്കിൽ അത് വായിച്ചിടാം. ഇപ്പം ഞാൻ പറഞ്ഞ വാക്യമെല്ലാം ഇതല്ലേ. ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ 1:7 പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കും, ദൈവത്തോട് യാചിക്കട്ടെ, വിശ്വാസത്തോട് എങ്കിൽ അവന് ദൈവം കൊടുക്കും. എൻ്റെ വിശ്വാസമാണ്. ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുഞ്ഞല്ല നിൻ്റെ കുഞ്ഞ്. അവർക്കത് കിട്ടുന്നുണ്ട്. ബൈബിളിൽ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലെന്ന് ശരിയാണ്.
ഭയങ്കര പവർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. അത് ശബ്ദം അത് ഹിന്ദുക്കളാണെങ്കിൽ ഓങ്കാര ശബ്ദം എന്ന് പറയത്തില്ലേ, ആദ്യം ഉണ്ടായ ശബ്ദം എന്ന് പറയുന്നത് അത് തന്നെ. ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് ബൈബിൾ അല്ലാതെ വിശ്വാസത്തിന് വേണ്ടി? ബൈബിൾ അങ്ങനെയൊന്നും പഠിച്ചില്ല, ഉത്തരങ്ങൾക്ക് വേണ്ടി ഇല്ല, അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. സെമിനാരി ഖുറാനും കുറച്ച് പഠിച്ചു, രാമായണവും മഹാഭാരതവും ഒക്കെ കുറച്ച് പരീക്ഷ എഴുതണമായിരുന്നു. പിന്നെ ഉണ്ട് എല്ലാം തിരുക്കുറകൾ ഇപ്പോൾ വായിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി അറിവ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ എനിക്ക് നേടാൻ പറ്റുന്നത്. എല്ലാവരും വിമർശിക്കുമായിരിക്കും, പുള്ളിങ്ങനെ വാട്ടാണോ ചുമ്മാ എന്ന് പിള്ളേരെ എപ്പോഴും പഠിപ്പിക്കുന്നത്. അതിൻ്റെ തിരുക്കുറളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അറിവെന്ന് പറയുന്നത് നമ്മൾ കുഴി കുത്തുന്ന പോലെ, കുഴി കുത്തും തോറും വെള്ളം കിട്ടുന്ന പോലെ കൊടുക്കും തോറും നമുക്ക് അറിവ് വർദ്ധിച്ചുകൊണ്ട് വരുമെന്ന്. ഈ ഇപ്പം അച്ഛന്മാർ ഇതൊരു ജോലിയെ പോലെ കാണുവാണെങ്കിൽ ഇപ്പം അതിന് നന്മ ഉണ്ടാകത്തില്ല. ഇപ്പം ഞങ്ങളുടെ ജോലിയാണെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ പള്ളിയിലെ അച്ഛനാവുകയാണ് അങ്ങനെ ഉണ്ടോ? ഉണ്ട് ചെറിയ ഉണ്ട് വ്യത്യാസമുണ്ട്. അതല്ല, ഇപ്പം സീനിയർ അച്ഛൻ ഇത്രയും ശമ്പള സ്കെയിലുണ്ട്, ഇപ്പം വന്ന അദ്ദേഹത്തിന് ഇത്ര ശമ്പളം, അങ്ങനെ ശമ്പള സ്കെയിലുകളുണ്ട്. പിന്നെ അവർക്കൊരു വാർദ്ധക്യമാകുമ്പോൾ പെൻഷനും ഉണ്ട്. അല്ല അത് മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഈ വത്തിക്കാനിലൊക്കെ ഈ പോപ്പിനൊക്കെ സെലക്ട് ചെയ്ത് അപ്പോൾ ഓരോ ഹയറാർക്കിയില് അതിൻ്റെ അകത്ത് തന്നെ ഓരോ പ്രായം അതുണ്ട്. വേറൊരു കാര്യമുണ്ട് സർ, ഇത് പറഞ്ഞത് പ്രേതം അത് ശരിക്കും പ്രേതം എന്ന് പറഞ്ഞാൽ പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ പ്രേതമായിട്ട് പലരും എന്നോട് പറഞ്ഞിരുന്നു, വെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ആകാശത്തൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പ്രേതത്തെ കാണണമെങ്കിൽ ഇപ്പം മായാവിയെ കാണണം. മായാവി ബാലരം വായിച്ചേച്ച് പുറത്തേക്ക് ഇറങ്ങും സന്ധ്യയ്ക്ക്, ഇപ്പം മായാവി ഇങ്ങനെ നിൽക്കുന്നതാണ് മനസ്സിൻ്റെ. അതുപോലെ തന്നെ ഇപ്പം വാഴ കൂട്ടം കൊട്ട് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം വരും, താഴോട്ട് പോകുമ്പോൾ താഴും. ഇതിപ്പോൾ നമ്മുടെ മനസ്സിൽ വരും കള്ളനാണ്, വാഴപ്പിണ്ടി കള്ളനായിട്ടും തോന്നും, കൈ കാട്ടി വിളിക്കുന്നതായിട്ടും. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒത്തിരി ഇതുണ്ട്. പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ പറഞ്ഞു, ഗദര ദേശത്ത് വെച്ച് ഞങ്ങളെ മഹോന ദാവീദ് പുത്ര ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് വിടാവും. പന്നിക്കൂട്ടത്തിലേക്ക് വിട്ട് 2000ഓളം പന്നി ചത്തു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എന്നെ ഇതുവരെ ഒരു പിശാചും പിടിച്ചിട്ടില്ല. ഞാൻ ശവക്കോട്ടയുടെ താഴെ കിടക്കുന്നു. പണ്ട് വത്തിക്കാൻ ഞാൻ എവിടെ കണ്ടതോ വായിച്ചെന്തോ ഈ വത്തിക്കാൻ കൗൺസിലിന്റെ പുതിയൊരു ടീമുണ്ട്, 2 ടൈപ്പ് ടീം, നോർമൽ അച്ഛന്മാര്, ഇത് വേണ്ടി പഠിച്ച് ഇതിനെ പറ്റി പഠിച്ചവര് ഉണ്ട്. കാരണം അവർക്ക് ഇലൂഷൻ ആണോ മോനെ അതെന്നാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫിലോസഫി പഠിക്കുന്നു, സൈക്കോളജി പഠിക്കുന്നു, അങ്ങനെ ഓരോ വിഷയം എടുത്ത് പഠിക്കാം. അങ്ങനെ പഠിച്ച് കഴിവുള്ളവരുണ്ട്. ഇപ്പം ഒരു കൗൺസിലിംഗ് ചെയ്യണം, ഒരു കുഞ്ഞ് പേടിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് നമ്മുടെ ഭീതിപ്പെടുന്നുവോ അന്ന് നമ്മൾ മാനസിക രോഗിയാണ്. ഈ മനസ്സിനെ നമ്മൾ പറഞ്ഞ് കീഴ്പ്പെടുത്തുക, അങ്ങനെയില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിന് പവർ കൊടുത്താൽ നമ്മൾ മാനസിക രോഗിയല്ല. അതാണ് എൻ്റെ പവർ. എങ്ങനെ കിട്ടുന്ന പവർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക, ദൈവത്തോട് ചേർന്ന്. ഞാൻ എനിക്ക് ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എൻ്റെ ദൈവമുണ്ട് എന്നൊരു ബോധം, ആ ദൈവം എന്നുള്ള ബോധമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതാ പറഞ്ഞു, അത് മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചല്ല ഇങ്ങനെയാണ്. എനിക്ക് ദൈവമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് എന്ത് വരുത്തിയാലും എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ 52 വയസ്സായി, ഇന്ന് വരെ ദൈവം എന്നെ കാത്തു. അന്ന് തൊട്ട് അടിയും പിടിയെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ഇത് സഹിച്ചില്ല പിന്നെ എന്ത് ചെയ്യും? ഞാൻ കുരിശിനെ കുറിച്ച് എന്താ പ്രസംഗിക്കുന്നത്? എനിക്ക് എന്നെ അനുഭവം ഇല്ലാതെ ഞാൻ കുഞ്ഞിനോട് എന്നെ പറഞ്ഞു തരുന്നത്, ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞു തരുന്നത്? അപ്പോൾ അനുഭവമാണ് ഗുരു. അനുഭവം ഇല്ലാത്തവന് ജീവിക്കാൻ പറ്റത്തില്ല മോനെ. ഞാനിപ്പം നിങ്ങളോട് കാക്കനാട് കൂടെ ഇവന് വട്ടാണല്ലോ, ഇവൻ വന്നിങ്ങനെ പാറപ്പുറത്ത് വന്നിരുന്ന ഇങ്ങനെ പിള്ളേരെയും പഠിപ്പിച്ച് ഇങ്ങനെ ചിന്തിക്കുവാന്നു നിങ്ങൾ ചിന്തിക്കും. അപ്പം ഞാൻ പറയുന്നത് തന്നെ, ഇത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ ഇതാ എനിക്ക് കിട്ടുക. അപ്പോൾ എന്തു പേര് ഇവിടുന്ന് പഠിച്ചു പോയെന്നറിയോ? LLBക്ക് വരെ പഠിക്കുന്നുണ്ട് പിള്ളേർ, എല്ലാവരും ഉപേക്ഷിച്ച പിള്ളേരാണ്.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളൊക്കെ കാശ് മുടക്കി ഒരു 1 or 2 ഡിഗ്രി എടുത്ത് കാണും, ഞാനിപ്പോൾ എത്ര ഡിഗ്രിക്കാരെ പഠിപ്പിച്ചു. അപ്പം ഞാനെല്ലാം എടുക്കുക, എനിക്ക് ചിലവൊന്നുമില്ല, ഫീസ് അടയ്ക്കണ്ട, വല്ലപ്പോഴും വെച്ച ഫീസ് പിള്ളേർക്ക് കൊടുക്കുന്നുള്ളൂ, എനിക്ക് എന്നാ ചിലവ്. അപ്പം ദൈവം എന്നിലൂടെ പരിവർത്തിക്കുക, എൻ്റെ വേറെ ഒന്നുമില്ല, ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു. അവരുടെ ഒരു അനുഗ്രഹമാണ് ഒത്തിരി. ഇപ്പം തന്നെ ആ പിള്ളേർ 2 പേര് വന്നില്ലേ, അവർ 10 പഠിക്കാം, ഒരാൾ ഇംഗ്ലീഷ് ഒരാൾ മലയാളം. ഞാൻ പൊക്കോളാൻ പറഞ്ഞുകൊണ്ടാണ് പോയത്. പഠിക്കാൻ ഒരു കൊച്ചിന് ഒന്നും അറിയില്ല, വായിക്കാൻ പോലും അറിയില്ല. കൂട്ടിയിരുത്തി സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും പഠിപ്പിക്കുന്നതാണ്. കാരണം അച്ഛൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, റജിയേച്ചൻ എന്നെ വട്ടാണോ? ഞാൻ 1000 അല്ല 10,000 പ്രാവശ്യം ഒരു വാക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്നെ ഇപ്പം സുറിയാനി പഠിപ്പിച്ച് ഞാൻ പഠിക്കുമോ ഈ 42ാമത്തെ വയസ്സ്? അച്ഛനൊന്നും വേണ്ടിയില്ല. ശരിയല്ലേ, ഞാൻ 42ാമത്തെ വയസ്സിൽ ഇവിടെ വന്നേ മർത്താമായിന്ന്, ഞാൻ അങ്ങനെ സുറിയാനി പഠിക്കുന്നു. അത് ചെറുപ്പത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ, പിന്നെ കുറച്ചൊക്കെ ചൊല്ലും. അല്ല ഇപ്പം നമ്മൾ ഭൂമിയിലാണല്ലോ, വേറെ ഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ ഇപ്പം ഞാൻ പറയാം, നമ്മളെപ്പോലെ വേറെ വേറൊരു ജീവൻ ഉണ്ടെന്ന് വിചാരിച്ചു. അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് തോന്നുന്നുണ്ട്, അവിടെ ഈ യേശു ക്രിസ്തുവും നമ്മുടെ മതവും അതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളെ വേറൊരു ഗ്രഹത്തിൽ നമ്മളല്ലാതെ ഏലിയൻസ് കുറേ ഗ്രഹങ്ങളുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നില്ല, ഭൂമി മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം, എൻ്റെ വിശ്വാസം, ഈ വിശ്വാസവും കാര്യങ്ങളും. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരാൾ ഇവിടെ വരുവാണെങ്കിൽ നമ്മളെ അവരെ പഠിപ്പിക്കാൻ നോക്കുമോ, അതോ? നമുക്ക് ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെടും. അവിടുത്തെ ഭാഷ അറിയത്തില്ല, മറുഭാഷയാണ്. അപ്പോൾ എല്ലാവരും മറുഭാഷ എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ഹിന്ദി അറിയത്തില്ല, മോന് ഹിന്ദി അറിയാം, എന്നെ സംബന്ധിച്ച് അത് മറുഭാഷയാണ് ഹിന്ദി, മനസ്സിലായോ? അല്ലാതെ നമ്മൾ അതും ഇതും പറയുന്ന മറുഭാഷയില്ല, നമുക്ക് അറിയാൻ മേലാത്തൊരു ഭാഷയാണ് മറുഭാഷ. അതിന് വേദോസത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്.